ആ സൃഷ്ടാവ് ഒരു ഐഡിയോളജിക്കൽ വേൾഡ്, ഒരു ആദർശ ലോകത്തെ സൃഷ്ടിച്ചു. ആ ലോകത്തിൻ്റെ പേര് ഏദൻ എന്നായിരുന്നു. ആ ഏദനിൽ നമ്മുടെ പൂർവികരെ ആക്കി വെച്ചു. അവർ കൽപ്പനകൾ ലംഘിച്ച് വഴുതിപ്പോയി. അവർക്ക് ഏദൻ നഷ്ടമായി, പറുദീസ നഷ്ടമായി. പറുദീസരഹിതമായ ഒരു ലോകമാണ് ഇന്നെങ്കിൽ ദൈവ കാഴ്ചപ്പാട് മനുഷ്യൻ വീണ്ടും ആ ലോകത്തേക്ക് തിരിച്ചെത്തണം. നഷ്ടപ്പെട്ടു പോയ ആ പറുദീസയെ തിരിച്ചു കിട്ടാൻ മനുഷ്യൻ്റെ അധ്വാനങ്ങൾക്കൊന്നും കഴിയില്ല. മറിച്ച് കൃപയാണ് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള ഒരേ ഒരു വഴി. അതാണ് സുവിശേഷം. ഇവിടെ ചില വിഷയങ്ങൾ വിശദമായി പറയാനുണ്ട്. കാരണം ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ പ്രബുദ്ധരായ ഒരു ജനതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം ചെറുപ്പക്കാരായ ആളുകൾ, കുട്ടികൾ, ഓൺലൈനിലൂടെ കാണുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സമൂഹം എന്നോട് ചോദിക്കുകയാണ്, പറുദീസയോ? അങ്ങനൊരു പറുദീസ പണ്ട് ഉണ്ടായിരുന്നോ? അങ്ങനൊരു പറുദീസയിലേക്ക് മനുഷ്യരാശി തിരിച്ചു ചെല്ലുമോ? ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ? ഇതിൽ വല്ല ആശയവുമുണ്ടോ? അതുകൊണ്ട് ബൈബിൾ പ്രസംഗിക്കുന്ന ഞങ്ങളെ, അതിൻ്റെ ഉള്ളടക്കം വിശദീകരിക്കുന്ന സുവിശേഷ പ്രഭാഷകരെ അല്ല, അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ആളുകൾ ചിലരെങ്കിലും അന്ധവിശ്വാസികളായി കാണാറുണ്ട്. അതിനവർ പറയുന്നൊരു ന്യായം, ശാസ്ത്രം ഇത്രയും വളർന്ന, ഗവേഷണങ്ങൾ ഇത്രയും വളർന്ന ഒരു ലോകത്ത് നിങ്ങളിപ്പോഴും ഈ ബൈബിൾ കഥകൾ കൊണ്ട് അഭിരമിക്കുകയാണോ? ഇതിലൂടെ ഇപ്പോഴും വിശ്വസിച്ചു പോയാണോ മനുഷ്യൻ ഇതാ ബഹിരാകാശം കീഴടക്കി, മനുഷ്യൻ അത്യാധുനികമായ നിലവാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു? ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യാദികൾ മുമ്പോട്ട് പോകുന്ന ഈ ലോകത്തിൽ ഈ പഴഞ്ചൻ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി എന്ത്? ഇതെന്ത് സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുക? അതുകൊണ്ട് നിരീശ്വരന്മാരായ സുഹൃത്തുക്കളുമൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ശാസ്ത്രമാണ് പഠിക്കേണ്ടത്, ശാസ്ത്രമാണ് ശരി, ശാസ്ത്രത്തിൻ്റെ വഴിയെ സഞ്ചരിക്കണം, ആധ്യാത്മികത ഇല്ലാത്തൊരു ലോകമാണ് നല്ലത്, അങ്ങനെ ദൈവവിശ്വാസമില്ലാത്ത ലോകത്താണ് സന്തോഷം കൂടുതൽ എന്നൊക്കെ പറയാറുണ്ട്. ചില ചെറുപ്പക്കാരെങ്കിലും അത്തരം ആളുകളിൽ വശംവദരായി പോയിട്ടുമുണ്ട്. എന്നാൽ ആദ്യം തന്നെ പറയട്ടെ, ദൈവമക്കളായ നമ്മളാരും ശാസ്ത്രത്തിനെതിരല്ല. എതിരല്ലെന്ന് മാത്രമല്ല, അതിന് അനുകൂലമാണ്, ശാസ്ത്രവിരുദ്ധരുമല്ല. എന്താ പറയാൻ കാരണം? ഞാനുപയോഗിക്കുന്ന ഈ ഉച്ചഭാഷണി ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. നമുക്കിവിടെ ലഭിച്ച വൈദ്യുതി ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. എനിക്കിവിടെ വേഗത്തിലെത്താൻ പറ്റുന്നത് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുടെ പരിണിത ഫലമായിട്ടാണ്. ഇപ്പം ശാസ്ത്രം തീർച്ചയായും മനുഷ്യരാശിയുടെ അഭിവൃദ്ധിക്കൊട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ ചില കണ്ടെത്തലുകൾ നമ്മുടെ നാശത്തിനും ഭവിച്ചിട്ടുണ്ട്. വിവേചനത്തോടെ വേണം, വിവേകത്തോടെ വേണം ശാസ്ത്രത്തെ സമീപിക്കാൻ, തർക്കമൊന്നുമില്ല. അപ്പോഴും ഏറെ മെച്ചപ്പെട്ടതെന്താ? തീർച്ചയായും ശാസ്ത്രം തന്നെയാണ്. അതിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം ശാസ്ത്രത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ എങ്ങനെ ബൈബിളിൻ്റെ ഒരു വക്താവാകും? തീർച്ചയായും ഞാൻ തിരുവെഴുത്തിൻ്റെ കൂടി വക്താവാണ്. എന്താണ് കാരണം? ഇന്ന് മനുഷ്യരാശി നേടിയെടുത്തിട്ടുള്ള എല്ലാത്തരം പുരോഗതിക്കും പിന്നിൽ ശാസ്ത്രമാണ് അടിസ്ഥാനമെങ്കിൽ ശാസ്ത്രത്തിൻ്റെ നിയതമായ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ മനുഷ്യനെ പഠിപ്പിച്ച ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ചില വസ്തുതകൾ പറയട്ടെ. ശാസ്ത്ര പുരോഗതിക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം പണമാണ്. പണം ചിലവഴിച്ചെങ്കിലേ ഗവേഷണം നടക്കൂ. എത്രയോ കോടിക്കണക്കിന് പണം ചിലവഴിച്ചാണ് നമ്മൾ ബഹിരാകാശത്തേക്ക് അളയച്ചത്. ആ പണം സമ്പത്തിൻ്റെ മാനദണ്ഡം
ക്രൂഡ് ഓയിലും സ്വർണവുമൊക്കെ ആണെങ്കിൽ അത് കണ്ടെത്തിയതും ശാസ്ത്രകുതികളായ ആളുകളാണെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകമറിയാവോ? ലോകത്തേറ്റവും അധികം സ്വർണ്ണ നിക്ഷേപമുള്ള സ്ഥലം മധ്യപൂർവ്വ ദേശങ്ങളിൽ, അറബികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളിന്ന് ഗൾഫ് എന്നൊക്കെ വിളിക്കുന്ന മേഖലകളിലാണ് എന്ന് അവിടെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ പണ്ടേ പോയി വാസമുറപ്പിച്ച് ഗവേഷണം നടത്തുന്ന അരാംകോ പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്. വലിയ ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങൾ ഇന്ന് ലോകത്ത് വന്നു, അവയുടെ കൂട്ടായ്മകൾ വന്നു. ഈ സ്ഥലത്ത് ഇത്ര ഓയിൽ എങ്ങനെയാണ്? ഈ സ്ഥലത്ത് ഇത്ര ഈ സ്വർണം എങ്ങനെയാണ്? കുവൈറ്റിലും മറ്റും ചില മലകൾ സ്വർണത്തിൻ്റെ വലിയ അക്ഷയ കനികളാണ്. അവിടെയൊക്കെ സർക്കാർ ഫെൻസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുക, മറ്റുള്ളവർ പ്രവേശിക്കാതെ. ഇത്രയും സ്വർണ്ണ നിക്ഷേപങ്ങളും ക്രൂഡ് ഓയിലിൻ്റെ വലിയ ശേഖരവും ഉള്ളതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഈന്തപ്പഴം ഭക്ഷിച്ചും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തും ഉണക്കമീൻ ഭക്ഷിച്ചും സമുദ്രത്തിലെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുകയും ചെയ്ത അറബികൾ നോക്കി നിൽക്ക സമ്പന്നരാവുകയും ആ സ്ഥലത്തേക്ക് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം 7 മഹാത്ഭുതങ്ങളെയും വീണ്ടും പുനഃസൃഷ്ടിച്ചുകൊണ്ട് ആകർഷണീയമായ നിരവധി കാഴ്ചകൾ ഇവയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾ വളർന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ബൈബിൾ വായിക്കുന്ന സയൻറ്റിസ്റ്റുകൾ, അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത ബ്രിട്ടീഷുകാരായ സയൻറ്റിസ്റ്റുകൾ നിരന്തരമായ വായനയിലൂടെ ഒരു കാര്യം കണ്ടെത്തി. അവിടെ ധാരാളം പൊന്നുണ്ട്, അവിടുത്തെ പൊന്നു മേത്തരമാകുന്നു. അവിടെ ധാരാളം കീൽക്കുഴികളുണ്ട്. കീൽക്കുഴികളെക്കുറിച്ച് പൊന്നിൻ്റെ ഉത്ഭവസ്ഥാനം അവിടെയാണെന്നൊക്കെ കണ്ടെത്തിക്കൊണ്ട് നിരവധിയായ സ്വർണ്ണ ഖനികൾ അവിടെ ഉണ്ടാകുമെന്ന് ധരിച്ചുകൊണ്ട് ആ സ്ഥലങ്ങൾ ഉത്ഖനനം ചെയ്ത് നടത്തിയ പഠനങ്ങൾ വിശുദ്ധ ബൈബിൾ മുമ്പോട്ട് വച്ച സത്യങ്ങൾക്ക് വിപരീതമായിരുന്നില്ല. ആ സത്യത്തോട് ചേർന്ന് നടക്കാൻ സയൻറ്റിസ്റ്റുകൾ തയ്യാറായപ്പോൾ നാം കാണുന്ന കാഴ്ച ലോകമാഭൂതപൂർവമായ ഒരു വളർച്ചയ്ക്ക് പാത്രീഭൂതരായി തീരുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിൻ്റെ ശ്രേഷ്ഠത അത് ശാസ്ത്രവിരുദ്ധമല്ല. അറിവിൻ്റെ ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ, അന്വേഷണത്തിൻ്റെ മണ്ഡലത്തിൽ അന്വേഷണ ത്വരയെ ഒട്ടും കെട്ടടങ്ങാൻ അനുവദിക്കാതെ മനുഷ്യൻ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവൻ അസാധ്യമാകയില്ല എന്ന് മുൻകൂട്ടി പ്രസ്താവിച്ച ഈ ഉജ്ജ്വല ഗ്രന്ഥവും അതിൽ അഭിരമിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയും ഇന്ന് രാത്രി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി ഉയർത്തി കാണിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ മഹത്തരമായ സത്യത്തെ ഇങ്ങനെ വിളംബരം ചെയ്യട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം. ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തുന്ന ഇടത്ത് ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരുമെങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അരുളിയ വാക്കുതെറ്റാത്ത, ആശയം തെറ്റാത്ത, നിസ്തുല്യനായ ആ ദൈവപുത്രൻ കൂടിയാണ് മനുഷ്യരാശിയുടെ രക്ഷ എന്ന ആത്യന്തിക സത്യം അരക്കിട്ടുറപ്പിച്ച് ഞങ്ങൾ കൃത്യതയോടെ പറയട്ടെ, രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. സകല മനുഷ്യരാശിക്കും രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. പാശ്ചാത്യനും പൗരസ്ത്യനും, ആർട്ടിക്കിൽ താമസിക്കുന്നവർക്കും അന്റാർട്ടിക്കിൽ താമസിക്കുന്നവർക്കും, ആധുനികനും അത്യാധുനികനും, ഏറ്റവും അബോർജനസ് ആയിട്ടുള്ള സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും പെട്ട എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണഭൂതനായി ഒരുവനെ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ അയച്ചു. അവിടുത്തെ മഹത്തരമായ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ കർത്തൃദാസൻ സൂചിപ്പിച്ച പോലെ ഒരു സംവാദവേദിയിൽ പങ്കെടുക്കുമ്പോൾ ഇവർ കൂടുതൽ ഈ ശാസ്ത്രമെന്ന് നിരീശ്വരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ശാസ്ത്രവും ഇവരും തമ്മിൽ കാര്യമായ ബന്ധമില്ല. ക്ഷമിക്കണം ഈ ഒരു പദം. ഞാൻ പല മനുഷ്യരോട് ഡിബേറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും വസ്തുതാപരമായി ദാരിദ്ര്യരേഖയ്ക്ക് വളരെ താഴെ താമസിക്കുന്ന ആളുകൾ നിരീശ്വരന്മാരാണ്. ഒരു ലോജിക്കൽ ടോക്കിനുള്ള കപ്പാസിറ്റി പോലും അവർക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവരോട് സംസാരിക്കുക അത്യന്തം മുഷിഞ്ഞാണ് ഇടപെടുന്നത്. എന്താ കാരണം? ഇവർ ശാസ്ത്രവും തമ്മിൽ വലിയ ബന്ധമില്ല. കാരണം ശാസ്ത്രത്തിൽ ഹൈപ്പോത്തസിസ് ഉണ്ട്. ഹൈപ്പോത്തസിസിൻ്റെ കുറെ കൂടെ ഉയർന്ന രൂപമാണ് തിയറി. ഇനി അതിൻ്റെ അടുത്ത ഒരു രൂപമുണ്ട് ലോ.
ഇവ തമ്മിലുള്ള വ്യത്യാസമൊക്കെ അവർക്കറിയാം. പക്ഷേ ഈ വസ്തുതാപരമായി വിശുദ്ധ തിരുവെഴുത്തിനെ അംഗീകരിക്കാനുള്ള വൈഷമ്യം കൊണ്ട് നമ്മുടെ മുമ്പിൽ അവർ തെറ്റിദ്ധരിപ്പിക്കും. എന്താ ഹൈപ്പോത്തസിസ്? അവിടെ വലിയൊരു ബഹളം കേട്ടു. നമ്മുടെ ആൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇനി എന്നാ ഏകാഗ്രതയുടെ വചനം കേട്ടാൽ അവിടെ ഒരു ശബ്ദം കേട്ടാൽ അങ്ങോട്ട് നോക്കിയിരിക്കും. ഇപ്പോൾ ഈ ബോക്സ് ശരിയാക്കാനൊരു സഹോദരൻ ഇങ്ങോട്ട് ഓടി വന്നാൽ നിങ്ങളെല്ലാം അങ്ങോട്ട് നോക്കി ഇത് എന്തിനും നോക്കുന്നതെന്നൊരു പിടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രസംഗിക്കുന്ന ആളുകളുടെ ഏകാഗ്രത തെറ്റും. അവരും ഇങ്ങനെ നോക്കും, ഇതെന്താ വിഷയം. അല്ലെ, പുറത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഊഹമുണ്ട്, അത് വ്യത്യസ്തമാണ്. അത് ചിലത് തീരെ തെറ്റാണ്, ചിലത് ശരിയുടെ ഒരു വഴിയേ വരുന്നുണ്ട്, പൂർണ്ണ ശരിയല്ല. ചിലത് ഏകദേശം ശരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അഭ്യൂഹം, പരികൽപ്പന. അത് ഞാൻ ഏകദേശം എന്ന് പറഞ്ഞ ശരിയാകണമെന്നില്ല, ചിലപ്പോഴാകാം. അപ്പോൾ അടുത്തൊരു കാര്യമുണ്ട്, അതിൽ സമാനതകളുള്ളതും അപ്പോൾ തന്നെ മുമ്പ് പറഞ്ഞ ആശയങ്ങളെക്കാൾ ഉയർന്ന നിലവാരത്തിനുമുള്ള ഒന്നിനെയാണ് നമ്മൾ തിയറി അഥവാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത് രണ്ടും ശാസ്ത്രമല്ല, ശാസ്ത്രത്തിലേക്കുള്ള വഴിയാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലോയാണ്. ലോ, നിയമമാണ് ശാസ്ത്രം. മനസ്സിലായില്ല? ഉദാഹരണം, ന്യൂട്ടൺ പറഞ്ഞു പ്രകാശത്തിന് കണികകളുടെ സ്വഭാവമാണ്. അതിന് പറയുന്ന പേരാ കണികാ സിദ്ധാന്തം, പ്രകാശത്തെക്കുറിച്ചുള്ള ന്യൂട്ടൻ്റെ കാഴ്ചപ്പാട്. മാക്സ് പ്ലാങ്ക് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു ഇത് വേവ്സാണ്, തരംഗങ്ങളാണ്. അത് വേറൊരു സിദ്ധാന്തമാണ്. ഇവ തമ്മിൽ പോലും യോജിക്കില്ല. അവർ നിസ്സാരപ്പെട്ട ആളുകളല്ല, വലിയ മനുഷ്യരാണ്. വ്യത്യസ്തങ്ങളായ ഇത്തരം സ്വഭാവങ്ങൾ. ഇനി ഒരാൾ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി ഉള്ള കണമാണത്. അതിൽ കുറേ ശരി കാണും, പൂർണ്ണ ശരിയല്ല. അതുകൊണ്ട് സിദ്ധാന്തത്തിൻ്റെ വിലയേ ഉള്ളൂ, സിദ്ധാന്തത്തിൻ്റെ വില ഉണ്ട്. എന്താ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത അറിയണ്ടേ? അതിനെ കവച്ചു വെക്കുന്ന മറ്റൊരു ആശയം വരുന്നത് വരെ അത് പ്രസക്തമാണ്. അതങ്ങനെയാണ്. പക്ഷെ ലോ അങ്ങനല്ല. ലോ ആത്യന്തികമാണ്. ഉദാഹരണം, ന്യൂട്ടൺ പറഞ്ഞു ദ ലോ ഓഫ് ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം. ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. ആ സിദ്ധാന്തമല്ല, അത് തെളിയിക്കപ്പെട്ട് അനുഭവേദ്യമായി നിലവിലുള്ള കാര്യമാണ്. അതാ ശാസ്ത്രം. അപ്പോൾ ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കഥ മെനഞ്ഞിട്ട് നമുക്ക് നേരെ വരുന്ന മനുഷ്യരാണ് നിരീശ്വരന്മാർ. ശാസ്ത്രത്തിന് വേറൊരു കഴിവ് വേണം, ഫാൾസിബിലിറ്റി. അതായത് ഇതുവരെ മറ്റുള്ള സിദ്ധാന്തങ്ങൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ട് തൻ്റെ കാര്യം സ്ഥാപിക്കാൻ സാധിക്കണം. റിപ്പീറ്റബിലിറ്റി ഉണ്ടായിരിക്കണം, ആവർത്തനം. ലോകത്തിൻ്റെ ഏത് മണ്ഡലത്തിലിരുന്ന് ചെയ്താലും ആ റിസൾട്ട് കിട്ടണം. H2O നമ്മൾ പറയില്ല, വെള്ളം, ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും. അത് ആഫ്രിക്കയിൽ ചെയ്താലും ഇവിടെ ചെയ്താലും ലോകത്തെവിടെ ചെയ്താലും ഇത് കൃത്യം കിട്ടണം. അപ്പോഴേ ശാസ്ത്രമാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു ദൈവമുണ്ട് എന്ന് പറയുന്ന ആ ചിന്തയ്ക്ക് ആധാരം എന്താ? അതിന് വിപരീതമുള്ള ചിന്ത എന്താ? അതാണ് തിയറി ഓഫ് ഇവല്യൂഷൻ, പരിണാമം. നമ്മൾ പരിണാമവാദികളോടൊരു ചോദ്യം ചോദിച്ചാൽ അവർ പറയും നിങ്ങൾക്ക് ഈ പരിണാമത്തെ പറ്റിയൊന്നും അറിയില്ല, പാസുമാർക്കും നമ്മൾക്കും. ഇതിൻ്റെ അർത്ഥം നമ്മളാരും ആശാമ്പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്നുള്ളൊരു ധാരണയിലാണ്. നിങ്ങൾ പറയും കുരങ്ങൻ പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. പരിണാമ സിദ്ധാന്തം അങ്ങനെ പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ നിരവധി ശിഖരം, അതിൽ ഒരേ ശിഖരത്തിൽ നിന്ന് കുരങ്ങനും മനുഷ്യനും ഉണ്ടായി. അല്ല, കുരങ്ങൻ മനുഷ്യനായി എന്ന് പറയുന്നില്ല. ആര് പറയുന്നു? ആധുനിക യുക്തിവാദികൾ. ഞാൻ പറയുന്നു തെറ്റ്. കുരങ്ങൻ മനുഷ്യനായി ഇത് ഞാൻ പഠിച്ച് എവിടെ നിന്നാണെന്ന് പറയാം, നിങ്ങൾ പഠിച്ച അവിടെ നിന്നാണോന്ന് പറയണം. പാഠപുസ്തകങ്ങളിൽ നമ്മളൊരു കാഴ്ച കണ്ടു. വാലുള്ള ഒരു കുരങ്ങൻ,
ആ കുരങ്ങൻ അല്പം നേരെ നിൽക്കുന്നു, രണ്ടാമത്തെ ചിത്രം. ആ കുരങ്ങന് വാലില്ലാതെ വരുന്നു, അടുത്ത ചിത്രം. അവൻ നേരെ നിൽക്കുന്നു, ക്രമേണ 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 അവൻ ഹോമോസാപ്പിയൻസ്. ഞാൻ സ്കൂളിലാണ് പഠിച്ചേ, വേറെ ആരും തെറ്റിദ്ധരിപ്പിച്ചല്ല. ഇതാ പറഞ്ഞ ശാസ്ത്രം എന്ന് പറഞ്ഞ രീതിയിൽ സിദ്ധാന്തം കൊണ്ടുവന്നാൽ വിജയിക്കില്ല. ഇപ്പം നിങ്ങളാ തിരുത്തണ്ടേ. നിങ്ങൾ പറ അതങ്ങനല്ല. അപ്പം നമ്മൾ പറയും, ബൈബിൾ പറയുന്നു, ഈ നിലത്തെ പൊടിയെടുത്ത് അതെല്ലാം കൂടെ കുഴച്ചൊരു മനുഷ്യനെ ഉണ്ടാക്കി, ഇതൊരു കഥയല്ലേ. അത് കഥയാണെന്ന് വിശ്വസിച്ചു. പക്ഷെ അതിലും സർവശക്തനായൊരു ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞതൊരു കഥയാണെന്ന് വിശ്വസിക്കുന്ന ആളിനോട് ചോദിക്കാം, നിങ്ങൾ അതിലും വലിയ കഥയാണ് പറയുന്നത്. എന്താണ്? ഈ നിൽക്കുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, അവിടെ ബന്ധിച്ചിരിക്കുന്നൊരു നായ, ഇതുവഴി പോകുന്ന ഒരു കന്നുകാലി, ഇവിടെ മുളച്ചു നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ, ഇതുവഴി പറക്കുന്ന പ്രാണികൾ, ഇതിനെല്ലാം അപ്പൻ ഒരാളാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ഒന്ന ഒരാൾ. അപ്പോൾ വാഴയും ചാഴിയും കോഴിയും മനുഷ്യനും എല്ലാം കൂടെ ഇതിലേതാ നല്ല കഥ? കുറേ കൂടെ നല്ല കഥ നിങ്ങളുടേതാണ്, ഓസ്കാർ കിട്ടേണ്ട കഥ നിങ്ങളുടേതാണ്. പിന്നെയും ഒത്തിരി കഥകളുണ്ടേ. 4000 വർഷം മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ബൈബിൾ പറഞ്ഞത് എവിടെയായത്? എവിടെ നിങ്ങൾ എങ്ങനെ കണക്ക് കൂട്ടുന്നത്? എതരതരം കണക്കായത്? ബൈബിളിലെ ചില കാര്യങ്ങൾ വായിച്ചിട്ട് തെറ്റായി നിഗമനത്തിലെത്തിയിട്ട് നിരീശ്വരന്മാർ കൊണ്ടുവരുന്ന കണക്കുകൾ അല്ല യാഥാർത്ഥ്യബോധത്തിലുള്ളത്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ ഉദാഹരണം പറയാം. ആദം 930 വയസ്സുവരെ ജീവിച്ചിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആദമിൻ്റെ 1 വയസ്സ് എവിടുന്ന് കണക്കൂട്ടും? കൂട്ടിക്ക് 1 വയസ്സുള്ള ആദമിനെ ബൈബിളിൽ കാണിക്കാമോ? 2, 5, 10 കാണത്തില്ല. ഞാൻ പരിചയപ്പെടുമ്പോൾ ആദമിൻ്റെ വയസ്സ് കുറഞ്ഞത് 25-26 വയസ്സുണ്ട്. ഹൗവയ്ക്കും ആ പ്രായമുണ്ട്. ശരിയാണോ? അപ്പോൾ എവിടുന്ന് കൂട്ടും? ആദ്യം മനസ്സിലാക്കുക, പ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം നമ്മളെ ആക്രമിക്കുന്നതിൻ്റെ പേരാണ് പ്രായം. എന്നെ ഒലോക്കോട് കൺവെൻഷന് 8-10 വർഷം മുമ്പ് കർത്താവിൻ്റെ ദാസം കാണുമ്പോൾ ഇത്രയും ക്ഷീണവുമില്ല, തല നരച്ചിട്ടുമില്ല. എന്നോട് പറയാണ്, ദൈവാസനെ അന്ന് കണ്ടതിനേക്കാൾ തല നരച്ചു, ക്ഷീണം മുഖത്തറിയാം എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ പ്രയാസമൊക്കെ വരും, നമുക്കെല്ലാം വരും. അപ്പോൾ എനിക്ക് ആകെപ്പാടെ പിന്നെ പറയാൻ പറ്റിയൊരു കാര്യം വെച്ചാൽ, എന്നെ ചെറുപ്പത്തിലൊന്ന് കാണണമായിരുന്നു. ചെറുപ്പത്തിൽ ഏതായാലും വന്ന് ആർക്കും കാണാൻ പറ്റിയില്ലെന്ന് ധൈര്യത്തില്ല എല്ലാവരും പറയുന്നത്, എൻ്റെ ചെറുപ്പത്തിലൊന്ന് കാണണമായിരുന്നു. ആ ഫോട്ടോയൊക്കെ കാണാതിരിക്കുക ഭംഗി ചെറുപ്പത്തിൽ. പിന്നെ ഇത് മാറാനൊരു വഴിയുണ്ട്. ആ വിഷമം തിരിച്ച് 10 വർഷം മുമ്പ് ഞാൻ കണ്ട പാസ്റ്ററെ കൂടെ തിരിച്ചൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ എൻ്റെ വിഷമം മാറും. അതേവോ ക്ഷീണിച്ചു, അതാ വ്യത്യാസം. എന്നാലേ എന്താ നമ്മൾ ക്ഷീണിക്കാൻ കാരണമെന്ന് അറിയണ്ടേ? ഓരോ ദിവസം കഴിയുന്തോറും ഞാനും പാസ്റ്ററും നിങ്ങളും നമ്മളും മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. പേടിയുണ്ടോ? അതാ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം. അത് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞത്, കുഞ്ഞെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് വിഷയം ഉണ്ടാക്കല്. ഓരോ ബർത്ത്ഡേയും സൂചിപ്പിക്കുന്നത് നമ്മൾ മരണത്തോട് കുറേ കൂടെ അടുത്തു. ഞാനിങ്ങനെ ഒരു 10-20 വർഷം എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി ബർത്ത്ഡേ ഇല്ലാതെ. ഇപ്പോൾ അവർ ആഘോഷിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? പേടിയായിരുന്നു ആദ്യം ഇത് പറഞ്ഞപ്പോൾ. എന്താ ഇതിൻ്റെ അർത്ഥം? ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നപ്പോൾ ഘട്ടം ഘട്ടം ഘട്ടമായി ഞാൻ മരിച്ച് അവസാനം ഈ മണ്ണിൽ ചേരണം. പാപമില്ലാത്തൊരു ലോകത്ത് മരണമില്ലായിരുന്നു. അതുകൊണ്ട് മരണത്തിൻ്റെ പ്രവണതകളില്ലായിരുന്നു. ഒറ്റവാക്കിൽ പറയാം, പാപരഹിതനായ ആദമിന് പ്രായമില്ല. സഭയുടെ വീക്ഷണത്തിലേ നമ്മൾ അവസാനം പ്രായമില്ലാത്തൊരു നിലയിലേക്കെത്തും. വെളിപ്പാട് 10 പറയുകയാണ്, ഇനി കാലമുണ്ടാകയില്ല. എന്നിട്ട് വേറൊരു കാലം വരും അവിടെ, സ്വർഗീയമായൊരു കാലക്കണക്ക്.
മാസത്തിൽ അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷം എന്നൊക്കെ പറയുമ്പോൾ കലണ്ടർ മനോരമയല്ല, സംഗതിയൊക്കെ വേറെയാണ്, രീതിയെല്ലാം മാറുകയാണ്. സ്തോത്രം. ഒരു 7 വർഷം നമുക്ക് മണിയറവാസം ഉണ്ടെന്നാണല്ലോ ഒരു കാഴ്ചപ്പാട്. ഞാനിത് പഠിപ്പിച്ച ഒരാളോട് ചോദിച്ചു, 7 വർഷം സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ കലണ്ടർ മനോരമയാണോ? കാരണം ഭൂമി കറങ്ങുമ്പോഴാണ് ഒരു ദിവസം, നമ്മൾ ഭൂമിയിൽ നിന്ന് പോയല്ലോ, ഭൂമി കറങ്ങുന്ന മറ്റൊരിടത്തിൽ നമ്മൾ കാണത്തേ ഉള്ളൂ. അപ്പോൾ കലണ്ടർ മനോരമ തന്നെയാണോ? 7 വർഷം എന്താണ് പറ? രാവും വെളിച്ചവും പകലും ഒക്കെ വേണമല്ലോ, അതെങ്ങനെയാണ്? ആ മനുഷ്യൻ എന്നോട് ചൂടായതല്ല, അത് ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കാരണം ഈ കറങ്ങുന്ന ഭൂമി വിട്ടേ മറ്റൊരു ലോകത്ത് ചെല്ലുമ്പോൾ നമുക്കെങ്ങനെയാണ് ഭൂമിയിലെ കണക്ക് വെച്ച് 7 കൊല്ലം കൂട്ടാനാവുക? ഒന്ന് പറഞ്ഞ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം? ആ പർദീസില്ലേ, അവിടെ കാലമില്ലായിരുന്നു. ഈ ഭൂമിയിലും പിശാച് അങ്ങനെ ഒരു പദ്ധതി ചെയ്യാനിരുന്ന എന്ന് വെച്ചാൽ നമ്മൾ എന്നേക്കും ജീവിക്കണമെന്ന് ആഗ്രഹം, ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവത്തിനില്ല, പിശാചിനുണ്ടായിരുന്നു. ഷോ എന്താ ഉപദേശി പറയുന്നതെന്നല്ലേ? തെളിവ് തരാം. മനുഷ്യൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാൻ സംഗതി വരും. അന്ന് ഗെറ്റോട്ടൊടിച്ച നമ്മളെ ഇറങ്ങ് പുറത്തോട്ടിറങ്ങ്. പിശാചിൻ്റെ ഇഷ്ടം എന്താണെന്നറിയണ്ടേ? ഭാവിയായി മരണമില്ലാതെ എത്ര വർഷവും ജീവിക്കുന്നത് അവന് സന്തോഷമാണ്. മനസ്സിലായത് നിങ്ങൾക്ക്? വീരപ്പനായിട്ട് ജീവിച്ചോണമെന്ന് എത്ര വർഷവും മാനസാന്തരപ്പെടുന്നവന് ഇഷ്ടമല്ല. അഥമ ഭാവിയായിട്ട് ജീവിച്ച് മരിക്കാതിരുന്നാൽ അവന് സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇന്ന് മരണം ഭക്തനൊരു അനുഗ്രഹമാണ്. ഭക്തന് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മനസ്സിലാകുന്നോ? സ്തോത്രം. അങ്ങനെയുള്ള ഒരാദർശ ലോകമായിരുന്നു ഏദൻ. വാസ്തവത്തിൽ ഏദൻ വേറെ, ഏദൻ തോട്ടം വേറെ. അതെന്താ ഈ പറയുന്നത്? ശ്രദ്ധിക്കണം. യഹോവയായ ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. സംഭവം പറയാ, ആ സ്ഥലത്ത് ഒരു തോട്ടമുണ്ടാക്കി. പറുദീസ, ഇതൊരു പേർഷ്യൻ ഭാഷയിലെ പദമാണ്. പറുദീസ അർത്ഥം വെളിച്ചം വസിക്കുന്ന സ്ഥലം. അവിടെ മനോഹരമായ മറ്റൊരു സ്ഥലം ദൈവമുണ്ടാക്കി. ആ സ്ഥലം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, അവിടെ സംസാരിക്കുന്ന ഒരു പാമ്പ്. ആ ജീവജാലങ്ങളെല്ലാം അർത്ഥസഹിതമാണ്. ജീവവൃക്ഷത്തിൻ്റെ ബലം, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം. ഇങ്ങനെയൊക്കെ ഒന്നുണ്ടോ? ഇങ്ങനെയൊക്കെ സാധിക്കുമോ? ഈ ചോദ്യത്തിന് ഇന്നത്തെ ശാസ്ത്രലോകം ഉത്തരം തരുന്നുണ്ട്. കൃത്യമായ ഉത്തരം പുതിയ ഗവേഷണങ്ങൾ തരുന്നുണ്ട്. ആ വഴിയൊക്കെ ഒരു വിശദീകരണം നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മുടെ വായിച്ച വചനത്തിലേക്ക് എത്തണം. അപ്പോളേ മറ്റൊന്നുകൂടി, ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെ? ആ സൃഷ്ടിക്ക് ശാസ്ത്രം പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതിലെ വലിയ തമാശ, ഇന്ന് ഈ നിരീശ്വരന്മാരൊക്കെ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് നമ്മളുണ്ടാക്കിയതാണെന്ന് ഇവരറിയുന്നില്ല. ഇത് നമ്മളുണ്ടാക്കിയാന്നേ. ഒറ്റ വാക്കി പറഞ്ഞാൽ, വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡേ രക്ഷാനിർണയം പ്രാപിച്ച ഒരു ദൈവാസൻ്റെ പേരാ മൈക്കൽ ഫാരഡേ. ആ വെളിച്ചത്തിരുന്നുകൊണ്ടാണ് നമ്മളെ ഈ ചീത്ത എല്ലാം പറയുന്നത്. മനസ്സിലായില്ലേ? ഇനിയുണ്ട് കുറേ കഥകൾ ഇതുപോലെ പറയാൻ. ഈ കോവിഡ് കാലത്ത് സുലഭമായി ഭക്ഷണം കഴിച്ചില്ലേ നമ്മളെല്ലാം? ഇത്രയും അത്യുൽപാദന ശേഷിയുള്ള ആ വിത്തുകൾ നിർമ്മിക്കുന്ന, അതിനെ രൂപപ്പെടുത്തുന്ന ജനിതക ശാസ്ത്രമില്ലേ, ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതിൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. ഗ്രിഗർ മെൻഡൽ എന്നാണ് പേര്. എത്ര പേരെ കേൾക്കണം? ഞാൻ നിരീശ്വരന്മാരിങ്ങനെ നിന്നാൽ ഒരു 100 ശാസ്ത്രജ്ഞന്മാർ, ദൈവവിശ്വാസികളായ, രക്ഷാനിർണയം പ്രാപിച്ച, യേശുവിൻ്റെ വരവ് കാത്തിരുന്ന ആളുകളുടെ പേര് ശ്വാസം മുട്ടാതെ വിളിച്ചു പറയാം. നിങ്ങളുടെ ഒരു 8-10 പേരുടെ പേര് പറ. ഞങ്ങളുടെ സംവാദത്തിൽ എൻ്റെ മോളുണ്ടായിരുന്നു. ആ മോൾക്ക് ചോദിക്കാൻ അവസരം കിട്ടിയപ്പോൾ ചോദിച്ചു, ഞാൻ ബൈബിള് വിശ്വസിച്ചാൽ അതുകൊണ്ട് എനിക്കുള്ള ഗുണമെന്താ? നിരീശ്വരന്മാരുടെ ചോദ്യം, ഞാൻ നിരീശ്വരത്വം വിശ്വസിച്ചാൽ അതുകൊണ്ട് എനിക്കുള്ള നേട്ടം എന്താ? അവരേതാണ്ടൊക്കെ മറുപടി പറഞ്ഞു. എൻ്റെ മറുപടി കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ മുമ്പിൽ ചില റോൾ മോഡൽസ് ഉണ്ട്.
അവരുടെ പേര് കേട്ടു: ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൺ, ജോണസ് കെപ്ലർ, മാഡം ക്യൂറി, പിയറി ക്യൂറി. എത്ര പേരെ വേണം? നീ നിരീശ്വരവാദിയായാൽ അങ്ങേയറ്റം പോയാൽ ഇടമറുക്, പവനൻ. നിങ്ങൾ ഈ പല പേര് കേട്ടിട്ടില്ല. ഈ പേര് പോലും കേട്ടിട്ടില്ല അല്ലേ? ആ, ഇംഗർസോള്, കുറേ വിദേശികളാണ്. ഇനി അടുത്തതേ, ശാസ്ത്രപ്രതിഭയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിൻ്റെ പേര് നോബൽ പ്രൈസ് എന്നാണ്. നോബൽ പ്രൈസ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡെങ്കിൽ നോബൽ പ്രൈസ് കിട്ടിയ ക്രൈസ്തവരുടെ എണ്ണം, ബൈബിള് വായിച്ചവരുടെ എണ്ണമേ ഈ പുസ്തകമായി അഭിനയിപ്പിച്ച യൂതൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ കണക്കെടുത്താൽ 69% ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്തവനാ ശാസ്ത്രരംഗത്തെ 1ാം സ്ഥാനം അവാർഡ് കരഗതമാക്കിയത്. ഇന്നും അത് തുടരുക. ഹല്ലേലൂയ. നിരീശ്വരന്മാരുടെ കണക്കെടുത്താൽ എത്ര വേണ്ടേ? 9%. 9%. അതും ശാസ്ത്രത്തിനല്ല, അതിൽ പകുതി സാഹിത്യത്തിനാണ്. നോവൽ എഴുതിയനാ, കഥ എഴുതിയനാ. കഥ എഴുതാൻ നിങ്ങൾ പണ്ടേ എടുക്കലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ സാധാരണഗതി പറയാറുണ്ട്, അങ്ങനെ നിരീശ്വരന്മാർ ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല. ആകുമ്പോൾ പറയാം, അത്ര എത്തിയിട്ടില്ലെന്നേ. നിങ്ങളങ്ങനെ വളർന്നിട്ടില്ല. നിങ്ങളത് കൊച്ചാക്കി പറയല്ല, അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് പറയണം. പോകട്ടെ. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന തിരുവെഴുത്ത് ഒരു സൃഷ്ടാവിനെപ്പറ്റി പറയുന്നു, ഒരു പ്രപഞ്ചനാഥനെപ്പറ്റി പറയുന്നു. അത് ഞങ്ങൾ മാത്രം പറയുന്നതല്ലെന്നേ. ഞാനത് പറഞ്ഞ് വിശദാംശത്തിലേക്ക് വരാം. പണ്ട് പുരാതന ഗ്രീസിൽ ഹെറാക്ലീറ്റസ് എന്നു പേരായ ഒരു ചിന്തകനുണ്ടായിരുന്നു. എങ്ങനെയാ പേര്? ഹെറാക്ലീറ്റസ്. ഈ ഹെറാക്ലീറ്റസ് ഈ പ്രപഞ്ചത്തിനൊരു ക്രമം ദർശിച്ചു. ഒരു ക്രമം, ഒരു ഓർഡർ, ഒരു ഏകദേശ ഓർഡർ ഈ പ്രപഞ്ചത്തിനുണ്ട്. ഭൂമി കറങ്ങുന്നു, ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നു. ഭൂമിക്ക് മാത്രം ഒരു ചന്ദ്രനുള്ളെങ്കിൽ അങ്ങേയറ്റത്തുള്ള ആ ശനിയില്ലേ, അതിന് 146 ചന്ദ്രനുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് നോക്കി, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിയുടെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഈ കറക്കം അവൻ്റെ നടപ്പിനെ ഒന്നും ബാധിക്കുന്നില്ല. സമുദ്രത്തിലേക്ക് നോക്കി, ചിലയിടങ്ങളിൽ ഭൂമി സമുദ്രത്തേക്കാൾ താണു കിടക്കുന്നു. നമ്മുടെ എറണാകുളം ജില്ലയൊക്കെ സമുദ്രത്തേക്കാൾ 2 അടി താഴെയാണ്. 2 അടി. ഇടുക്കി ഏതാണ്ട് 600 അടി ഉയരത്തിലാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ സാന്നിധ്യമുള്ള സമുദ്രത്തേക്കാൾ ഏറ്റവും താണ ഇടം ചാവുകടലാണ്. 2000 അടി താഴെ ചാവുകടൽ കിടക്കുന്നത്. അപ്പോൾ ഈ വിശാലമായ സമുദ്രം ഇരമ്പി കരക്ക് കയറി ഭൂമിയെ വിഴുങ്ങാതെ അതിൻ്റെ ക്രമത്തെ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ പടുകൂറ്റൻ കല്ല്, കരിങ്കല്ല് കൊണ്ടൊക്കെ ഭിത്തി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ദൈവം പഞ്ചസാരയ്ക്ക് സമാനമായ തരിമണൽ വാരി വിതറിയിട്ട് പറഞ്ഞു, ഇവിടെ വരെ നിനക്ക് വരാം, ഇവിടെ നിൻ്റെ തിരമാലകളുടെ ഗർവമടങ്ങും, നീ തിരിച്ചു പോകും. ഇടയ്ക്ക് സുനാമി വരാറുണ്ട്. ആ തമ്പുരാനോട് ചോദിച്ചിട്ടാ, ദൈവം അനുവദിച്ചിട്ടാ. അങ്ങനെ പഞ്ചാരമണൽ കൊണ്ട് ബൃഹത്തായ മഹാസമുദ്രത്തിന് മുഴുവൻ അതിർവിരിച്ച ഒരു മഹാരക്ഷകനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഹെറാക്ലിറ്റസ് നോക്കി, ഈ പ്രപഞ്ചക്രമം വിസ്മരിക്കാനാവാത്തതാണ്. അത് ഒന്നുകൂടി കണ്ടു. ഉദയം അസ്തമയം ഇതൊക്കെ സങ്കല്പമാണെങ്കിൽ പോലും ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ഉദയവും അസ്തമയവും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇത്ര കൃത്യമായി ഈ പ്രപഞ്ച സത്യം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഈ പ്രപഞ്ച സത്യങ്ങൾ ഒരാജ്ഞയെ അനുസരിക്കുന്നു. എന്താ ഒരാജ്ഞയെ അനുസരിക്കുന്നു പറയാൻ കാരണം? ഒന്നിലധികം ആജ്ഞയാണെങ്കിൽ കൂട്ടിയിടി നടക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നല്ല തിരക്കേറിയ സ്ഥലങ്ങളിൽ നാൽക്കവലകളിലൊക്കെ ഒരു 3-4 പോലീസുകാർ കാണും. ക്ഷമിക്കണം, പോലീസുകാരും കേൾക്കുന്നെങ്കിൽ ക്ഷമിക്കണം. ഇത് ജനാധിപത്യ രാജ്യമായിട്ട് എനിക്ക് പറയാമല്ലോ. ഒരുത്തൻ ഇങ്ങനെ കാണിക്കും, ഒരുത്തൻ ഇങ്ങനെ കാണിക്കും. നമ്മൾ എന്തോ ചെയ്യുന്നത്? കൈ പറഞ്ഞു പോകുന്ന ഞാൻ ഓർക്കും. ചിലപ്പോൾ പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ തിരക്കുകൊണ്ടാണ്. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ കാണിച്ചു, ഒരാൾ ഇങ്ങനെയും കാണിച്ചപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് അദ്ദേഹം ചൂടായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു തീരുമാനം ഒറ്റക്കെട്ടായിട്ട് എടുക്കുക, അല്ലേ? എങ്ങനെ പോയാലും എനിക്കല്ലേ ഫൈൻ. ഞാൻ പോയാൽ ആ സാറ് ഫൈൻ അടിക്കും, നിന്നാൽ നിങ്ങൾ ഫൈൻ അടിക്കും. അങ്ങനെ പുള്ളിക്ക് മനസ്സിലായി. മാത്രമല്ല വണ്ടി കൂട്ടിയിടിക്കും. നിങ്ങൾക്കൊരു കോർഡിനേഷൻ വേണം.
കോർഡിനേഷൻ ഇല്ലെങ്കിലേ ഈ പ്രപഞ്ചം മുഴുവൻ കൂട്ടിയിടിക്കുന്നു, തകരും, കൊളീഷൻ. എല്ലാം കൊണ്ട് ഡിസോർഡർ ആകും. അപ്പോൾ ഹെറാക്ലിറ്റസ് ഇത് കണ്ടിട്ട് പറഞ്ഞു, ഒരാജ്ഞ അനുസരിച്ച് ഇത് പോകുന്നു. ആ ആജ്ഞയ്ക്ക് അദ്ദേഹം ഒരു പേരിട്ടു. ചുമ്മാ നമ്മൾ ആജ്ഞാപിച്ചാൽ ഒക്കെയില്ലെന്ന്. ഒക്കോ? ഒക്കെയില്ല. അതുകൊണ്ടാ ചിലർ ആജ്ഞാപിച്ച ഭൂതം പോകാത്തതുകൊണ്ടാണ്. ഭൂതത്തിനറിയാം ആ രാജ്ഞാപിച്ച പോകണമെന്ന്. ബൈബിളിൽ തന്നെ ഉണ്ടൊരു മഹാപുരോഹിതൻ്റെ 4 മക്കൾ അല്ലേ? അമ്മാർ ഈ വിടുതലും ശുശ്രൂഷയൊക്കെ കണ്ടിട്ട് ഓർത്തു പോയി നടപ്പിലാക്കിയേക്കാം. അമ്മാർ ചെന്നിട്ട് ഈ രീതികളെല്ലാം പഠിച്ചു. എങ്ങനെയാ പഠിച്ചേ? പൗലോസ് പ്രസംഗിക്കുന്ന നസറേനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞാൻ നിന്നോട് കൽപ്പിക്കും. ഭൂതത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നോക്കണം. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ എത്ര അഡ്രസ്സ് തിരക്കി പോകണം അല്ലേ? ഭൂതം കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് മാരെ 4 എണ്ണത്തെ അങ്ങ് പെരുക്കി. അല്ല, ഒന്നാന്തരം അടി, പാൻറ്റും കീറി ഷർട്ടും കീറി 4 എണ്ണം കൂടെ ഓടി വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതെന്താ പറ്റിയേ? അച്ഛാ, ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ശുശ്രൂഷയുടെ ആധിക്യത്തിൽ ഭൂതം കയറി അടിച്ചു. അപ്പോസ്തല പ്രവൃത്തി പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു വേർഷനിൽ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അതാ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താ? ചിലത് ആജ്ഞാപിച്ചാൽ നടക്കാത്തതെന്താ? ഉയരത്തിലെ അധികാരം വേണം അല്ലേ? അധികാരമില്ലാത്തവൻ ആജ്ഞാപിച്ചാൽ നടക്കുകയില്ലെന്ന്. മനസ്സിലായോ? സ്തോത്രം. അധികാരമുള്ളവൻ ശബ്ദം എടുക്കണമെന്നില്ല. ഇങ്ങനെ കൈ കാണിച്ചാൽ മതി അല്ലേ? കൈ കാണിച്ചാൽ മതി. ഈ ക്രിക്കറ്റ് കളിയും ഫുട്ബോളും ഒക്കെ നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊരു കാഴ്ച കാണും. റബറിക്ക് നേരെ ആവശ്യമില്ലാത്തൊരുത്തൻ ചൂടായി പ്രശ്നം ഉണ്ടാക്കിയാൽ ഇങ്ങനൊന്ന് കൈ കാണിക്കും കീറിക്കോളാൻ. പുള്ളി ഒത്തിരി വർത്താനമൊന്നുമില്ല. അമ്പയർക്ക് നേരെ ഇരമ്പി പാഞ്ഞെന്നാൽ കാശ് 75% പൈസ പോവും. കോടിക്കണക്കിന് പൈസ പോകുന്നൊരു കളിയിൽ ഇങ്ങനെ വിളിക്കും, ഇഞ്ഞു പോര്, ബഹളമില്ല, നിൻ്റെ ഭാവി അങ്ങ് പോക്കാണെന്ന്. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതിൽ അധികാരങ്ങളുണ്ടല്ലേ? അതിന് പോലെ ഒരുത്തൻ ഔട്ടാന്ന് നമുക്ക് തോന്നിയിട്ട് ഇങ്ങനെ കൈ കാണിച്ച് അവൻ കയറി വരുമോ? ഇവിടെ പറയേണ്ടവൻ പറയാതെ ഇതൊന്നും നടക്കൂലെന്ന്. ഒരുവൻ വേണം, ഒരധികാരി, ഒരു സർവാധികാരി. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ ഒരു സർവാധികാരിയുണ്ട്, ഈ പ്രപഞ്ചനാഥൻ. ഹല്ലേലൂയ. ആ ശബ്ദത്തിന് കാരണഭൂതന് ഹെറാക്ലിറ്റസ് ഒരു പേരിട്ടതാണ് ലോഗോസ്. എങ്ങനെയാ? ലോഗോസ്. നമ്മൾ എന്നോട് ചോദിക്കുക, എന്താ ഈ ലോഗോസ്? സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയില്ല. ഒത്തിരി പഠിക്കാൻ ശ്രമിച്ചിട്ട് പിടിതരാത്തൊരു വിഷയമാണ് ലോഗോസ്. മലയാള ബൈബിളിൽ അതിന് പരിഭാഷ വെച്ചു വചനം. അതും പൂർണ്ണ അർത്ഥമല്ല. വചനത്തിൻ്റെ അർത്ഥം വാക്കെന്നാണ്. ദ വേഡ് ബിക്കെയിം ഫ്ലഷ്. വാക്ക്, ആജ്ഞ. അടുത്തൊരർത്ഥം ശാസ്ത്രം. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ബയോസ് പ്ലസ് ലോഗോസ്. അതിൻ്റെ അർത്ഥം എന്താ? ബയോളജി. ഇത് പഠിക്കുന്നത്. ഇപ്പം ലോഗോസ് കേവലം ഒരു വാക്കല്ല, ലോഗോസ് കേവലം ഒരു വചനമല്ല, മറിച്ച് ആജ്ഞാശക്തിയുള്ള, അനുസരിപ്പിക്കാൻ അധികാരമുള്ള ഒരു ശബ്ദമാണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയിട്ട് പറയുക. ആ ശബ്ദം ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. ആ ശബ്ദം അനന്തമാണ്, നിത്യമാണ്, അതിനാരംഭമില്ല, അതിനവസാനമില്ല. അങ്ങനെ ലോഗോസ് എന്ന് ഗ്രീക്കുകാരൻ പേരിട്ടപ്പടി. ഹെറാക്ലിറ്റസ് ആരാ? ഒരു ഗ്രീക്ക് തത്വചിന്തകൻ. അതിനെ വിശദീകരിച്ചുകൊണ്ട് ലോകത്തിലൊരുത്തനും കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതിരുന്നപ്പോൾ ബേസൈദ കടൽക്കരയിലെ ഒരു മത്സ്യബന്ധന തൊഴിലാളിയുടെ മകനായി ജനിച്ചു വളർന്ന് പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യൻ അവൻ്റെ ചെറുപ്രായം മുതൽ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന് ആ പരമഗുരുവിൽ നിന്ന് പഠിച്ചിട്ട് ഈ ശാസ്ത്രലോകത്തിൻ്റെ അന്നത്തെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് പറയാ, അല്ലയോ ഹെറാക്ലിറ്റസേ, അല്ലയോ ഗ്രീക്ക് ചിന്തകന്മാരെ, നിങ്ങൾ പ്രതിപാദിച്ച ആ ലോഗോസില്ലേ, ആ വചനമില്ലേ, ആ വചനം ഇതാ കൃപയും
സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞാൻ അവൻ്റെ മാറോട് ചേർന്നിരുന്നു, ഞാൻ അവനൊപ്പം സഞ്ചരിച്ചു, ഞാൻ ആ കരങ്ങളിൽ തൊട്ടു എന്ന് മാത്രമല്ല, ഞാൻ അവൻ്റെ തേജസ് കണ്ടു. അവൻ്റെ തേജസ് ഏകജാതനായവൻ്റെ തേജസ് പിതാവിൻ്റെ തേജസ്സായി കണ്ടെങ്കിൽ ആ തേജസ്സിനെ കണ്ടറിഞ്ഞ, ആ ക്രിസ്തു ചൈതന്യം കണ്ടറിഞ്ഞ നമുക്ക് ഉലകത്തോട് വിളിച്ചു പറഞ്ഞ ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ട സാക്ഷികൾ. ആ തേജസ്സാണ് ഈ രാത്രി സുവിശേഷത്തിൻ്റെ പ്രചോദനമെങ്കിൽ, ആ തേജസ്സിൻ പദ്ധതിക്ക് ഒരാളെങ്കിലും പുറത്തുണ്ടെങ്കിൽ, അന്ധത നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ആ സത്യ വെളിച്ചത്തെ ഞങ്ങൾ പറയട്ടെ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കട്ടെ. അവൻ്റെ പേരെത്രേ? കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവപിതാവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വചനം ഒരു ശരീരമെടുത്തു. ആ വിശദീകരണം കൂടി പറയാം. ഈ മനുഷ്യരിൽ നല്ല മഹാരഥന്മാരും ചിന്തകന്മാരും മാന്യന്മാരായി ജീവിച്ച ആളുകളെയൊക്കെയാണ് സാധാരണഗതിയിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടോ ഗുരുക്കന്മാരായിട്ടോ ഒക്കെ നമ്മൾ കാണുന്നത്. ഉദാഹരണം ഗാന്ധിജി അല്ലേ? ചിലർക്കൊക്കെ വിയോജിപ്പ് കണ്ടേക്കാം. പക്ഷേ ഗാന്ധിജിയെ നമ്മൾ മഹാത്മജി എന്ന് തന്നെയാണ് വിളിക്കുക. അതിന് അദ്ദേഹം അർഹനാണ്. അങ്ങനെയാണ്. മഹാത്മജിയുടെ ഗുണഗണങ്ങൾ അംഗീകരിക്കാൻ ഭാരതീയന് വൈഷമ്യമൊന്നുമില്ല, ഒരു വൈഷമ്യമില്ല. ഇനി രാഷ്ട്രീയ കക്ഷികളിൽ ഒത്തിരി മഹാരഥന്മാരായ മനുഷ്യരുണ്ട്. പരേതനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിജി, അദ്ദേഹത്തെ ജനങ്ങൾ വളരെ ആദരിച്ചൊരു മനുഷ്യനാണ്, ഒരു വ്യക്തിത്വം അല്ലേ? നെഹ്റുജി, ഇന്ദിരാജിയൊക്കെ ആളുകളേറെ ആദരിച്ചു. അവരിലെല്ലാം ചില ക്വാളിറ്റികളുണ്ടെന്നേ. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഇതൊന്നും ദൈവമല്ല. അവിടെ നമ്മുടെ വിയോജിപ്പ് അല്ലേ? അത് ദൈവമല്ല. അത് ദൈവമല്ലെന്ന് പറയാൻ കാരണം എന്താ? ദൈവം എന്ന സംജ്ഞയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്ഥലം, സമയം, പദാർത്ഥം ഇവ മൂന്നും ബാധകമാകാൻ പാടില്ല. നമുക്ക് മനസ്സിലാവില്ല. ദൈവത്തിന് സ്ഥലം ബാധകമാകരുത്. പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ നിരാത്രി നിൻ്റെ ചൈതന്യം, നിൻ്റെ തേജസ്, നിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറക്കണമേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പറയാമോ, ഞാനിപ്പോഴേ ദുബൈയിലാണ്, ഇന്നങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, അടുത്ത ആഴ്ച ഈ വഴി പോകുമ്പോൾ ദൈവം പറയുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ ഒരു സ്ഥലം കൊണ്ട് ഒതുങ്ങാൻ പാടില്ല. ശരിയാണോ? അതാകണം ദൈവം. രണ്ടാമത്തെ പ്രത്യേകത, ദൈവം ഒരു പദാർത്ഥമായിരിക്കരുത്, ഒരു മാറ്റം. ഒരു പദാർത്ഥമാണെങ്കിൽ സ്ഥലം ഉണ്ടായിപ്പോൾ അത് വെക്കാൻ ഇടം വേണം. അതിനോട് ഉത്തരം പറയാം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എവിടാന്ന് ചോദിക്കുന്നവരുണ്ട്. ആദ്യം മനസ്സിലാക്ക്, നമ്മൾ പദാർത്ഥരഹിതരാകിയ അത് വെക്കാൻ പിന്നെ സ്ഥലമൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇതൊരു മാറ്ററല്ലെന്ന്. നമുക്ക് വേറൊരു ബോഡി ഉണ്ട്, അത് വരുന്നത് വരെ മാറ്ററല്ല, പദാർത്ഥമല്ല. അത് വെക്കാൻ വേണ്ടി ഒരു അറയൊന്നും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. അങ്ങ് വിട്ടേക്കല്ലെന്ന്. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മാറ്ററല്ലെന്ന്, പദാർത്ഥമല്ല. പദാർത്ഥാധിഷ്ഠിതനല്ല ദൈവം. ഒരു പദാർത്ഥം പറഞ്ഞാൽ തൊടാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത് ആയാൽ ദൈവം ആകില്ല. ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവത്തെ എന്താ കാണാൻ പറ്റാതെ? കാണാൻ പറ്റാത്ത ദൈവം പദാർത്ഥാധിഷ്ഠിതനല്ല, കാണാൻ പറ്റിയ ദൈവം അല്ലെന്നും. എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിക്കുള്ളിലേക്ക്, ഈ റെറ്റിനക്കുള്ളിലേക്ക് പ്രദർശിപ്പിച്ച് ഒട്ടിപ്പിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ദൈവം അല്ലാതായി. മനസ്സിലായില്ല? ഇവിടെ അല്പം വെള്ളം ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ വെള്ളം കുടിക്കുന്ന ഒരു ശീലമില്ല. പലരും എന്നെ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വെള്ളം നിങ്ങൾ കണ്ടോ? ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത, ഈ ഗ്ലാസ്സിൽ ഒതുങ്ങുന്ന വെള്ളമേ ഒഴിക്കാൻ പറ്റൂ. അപ്പോൾ വെള്ളത്തേക്കാൾ ഗ്ലാസ് വലുതെന്ന് വരുന്നു. നിങ്ങളുടെ കണ്ണിനുള്ളിലേക്ക് ഒതുങ്ങുന്നെങ്കിൽ നിങ്ങളാകും ദൈവം. ദൈവം ചെറുതാവും, സർവശക്തനാവില്ല. മനസ്സിലായില്ലേ?
നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ തലച്ചോറിനുള്ളിലേക്ക് അവിടുന്ന് പരിമിതപ്പെട്ടു പോകും. ദൈവം ദൈവമല്ലാതാവും. അത് ബൈബിൾ അതിന് കൃത്യം പറഞ്ഞത്. ദൈവം പദാർത്ഥമല്ല, ദൈവം ആത്മാവാകുന്നു. സ്പിരിറ്റാണ് ദൈവം. ഇനി അടുത്തത്, ദൈവത്തെ സമയം ബാധിക്കരുത്. സമയം ബാധിക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ പറയാം. ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പാഠമാണ്. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന സമയക്രമം എപ്പോഴാ എന്നാ? ആദിയിൽ ദൈവം. ശരി, പരിഭാഷ നമ്മുടെ മലയാളത്തിൽ കിടക്കുന്ന തെറ്റാണ്. ആകാശഭൂമി സൃഷ്ടിച്ചു എന്നല്ല, പിന്നെ എങ്ങനെ പറയണം? സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. പുതിയ ഒത്തിരി പരിഭാഷ വരുമെങ്കിൽ ഈ തെറ്റ് അവർ തിരുത്തിയിട്ടില്ല. എങ്ങനെ പറയേണ്ടത്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. സ്വർഗങ്ങൾ ഭൂമി സൃഷ്ടിച്ചു. എന്തൊക്കെ കാണാമെന്നറിയണ്ടേ? ആദിയിൽ. അതൊരു ടൈമാണ്. അടുത്തത്, ദൈവം സ്വർഗങ്ങൾ സ്പേസിനെ ഉണ്ടാക്കി, ലാൻഡ് ഭൂമി ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെ വന്നു? ടൈം വന്നു, സ്പേസ് വന്നു, മാറ്റർ വന്നു. ഉണ്ടാക്കി അഥവാ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എനർജിയും വന്നു. ഫിസിക്സിലെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഉൽപ്പത്തി 1:1 വ്യക്തമാണ്. ഫിസിക്സിൽ 4 കാര്യങ്ങൾ ഇവിടെ വന്നേ: ടൈം, സ്പേസ്, മാറ്റർ, എനർജി. ഇത് ഉൽപ്പത്തി 1:1 വായിച്ചാൽ ഇത് 4 റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പറ, മുമ്പ് ഞാൻ സൂചിപ്പിച്ച ബിഗ് ബാങ് തിയറിയില്ലേ, ഈ തിയറി പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ മടിയൊന്നുമില്ല. എന്താ കാര്യം? ഒരു ചെറിയ കണം, ഒരതിസൂക്ഷ്മ കണം വികസിച്ച് 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 മഹാപ്രപഞ്ചമായി എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ എന്താ ഒരു മടിയില്ല. പക്ഷെ ചോദ്യം വരും അതിനകത്ത്. ചോദ്യം, ഈ ചർച്ച നടത്തിയ ചങ്ങാതിയോട് ഞാൻ ചോദിച്ചു, എക്സ്പാൻഡ് ചെയ്യണമല്ലോ, ചലന നിയമം ഏതാണ് പറ? നമ്മുടെ മുമ്പിൽ ന്യൂട്ടൻ്റെ 3 നിയമങ്ങൾ, ഐൻസ്റ്റീൻ്റെ 2 നിയമങ്ങൾ. അതിലേത് നിയമം അനുസരിച്ചാണ് ഇത് എക്സ്പാൻഡ് ചെയ്തത് പറ? ഏത് നിയമം പറഞ്ഞാലും അവൻ പൊളിഞ്ഞു പോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഉദാഹരണം, ഓരോ നിയമം വെച്ചും പഠിക്കാം. നമുക്ക് ആദ്യം നേരമില്ലാത്തതുകൊണ്ട് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം നിങ്ങൾക്കത് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. കുട്ടികൾക്കൊക്കെ അറിയാം. കുഞ്ഞുങ്ങൾക്കറിയാം ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം? കണ്ടോ? അറിയാവുന്ന പോലെ അവിടെ ഇരിക്കുക. സംഗതി ഇത്രേ ഉള്ളൂ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ. ഇത് ഇത്രേ ഉള്ള സംഭവം. അതായത് നമ്മൾ ഇങ്ങനെ കയ്യിലൊരു അറ്റത്തൊരു ബോൾ കെട്ടിയിട്ടിരുന്ന ഒരു ലേസ് ഇങ്ങനെ പിടിച്ചേക്കുക. അതിവിടെ നിന്ന് ഇങ്ങനെ വിട്ടാൽ ഇവിടെ വന്ന് നിൽക്കുകയില്ല, അവിടെ വരെ ചെന്നിട്ട് തിരിച്ചിഞ്ഞ് വരും. തുല്യം വിപരീതം. ഒരു പ്രതിപ്രവർത്തനമുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ. തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടല്ലോ. അതെല്ലാവർക്കും അറിയാം അല്ലേ? അങ്ങനെയെങ്കിൽ 2 ചോദ്യമാണ് വരുന്നത്. ഈ ചെറുകണിക വികാസം പ്രാപിച്ച് മഹാപ്രപഞ്ചമായതുപോലെ ഒരു എൻഡിൽ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ചു വരണ്ടേ? പഴയ ചെറിയ കണമാകണ്ടേ? അമീബ വികാസം പ്രാപിച്ച് 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 നീലത്തിമിംഗലവും മനുഷ്യനും ഒക്കെ ആയ പോലെ തിരിച്ച് റിവേഴ്സ് പവറിൽ ഓർഡറിൽ ചെന്ന് സൂക്ഷ്മകണ ആകണ്ടേ? ഇതൊന്നും വിശദീകരിക്കാൻ അവർക്ക് പറ്റില്ല. പോട്ടെ. ഇപ്പം എന്തിനാ പറഞ്ഞതെന്നറിയണ്ടേ? ഇവിടെ വിശുദ്ധ തിരുവെടുത്തൊരു മഹാസത്യം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലൊക്കെ വരുന്നത്. മനുഷ്യരാശി ദൈവസന്നിധിയിലായിരുന്നു. ആ മനുഷ്യരാശിക്ക് മനോഹരമായൊരു ആദർശ ലോകം ദൈവം ഡിസൈൻ ചെയ്തിരുന്നു. ഒരു കാര്യം, ആ ലോകത്തിൻ്റെ പ്രധാന സവിശേഷത അനുസരണമാണ്. ബി ഒബീഡിയൻ്റ് ടു ഓൾമൈറ്റി. സർവശക്തനെ അനുസരിക്കണം. അതിനകത്തൊരു കാര്യം, ഈ അനുസരണം സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം, അടിച്ചേൽപ്പിക്കലല്ല. നമുക്ക് ഫ്രീഡം തന്നു. ഇന്നും ആ സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന്. നമ്മൾ യജമാനൻ്റെ ഇഷ്ടമനുസരിച്ച് ചലിക്കുന്ന റോബോട്ടുകളല്ല. നമുക്ക് ഫ്രീ വില്ലുണ്ട്.
സ്വതന്ത്ര ഇച്ഛ തന്നു. നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവകാശം തന്നു. ഇതാ ദൈവം. മനുഷ്യൻ തെറ്റ് ചെയ്തു. ചിലർ ചോദിക്കും, എന്നാൽ പിന്നെ ദൈവം എന്തിനാ അത് അവിടെ വെച്ചേ? അത് മനസ്സുണ്ടായിട്ട് വെച്ചതാ. ദൈവം ഇവിടെ എന്തിനാ വെച്ചേ? ദൈവത്തിന് മനസ്സുണ്ടായി, അത്രേ ഉള്ളൂ അല്ലേ? കാരണം ഓൾമൈറ്റിക്ക് എന്താ ചെയ്യാൻ വയ്യാത്തെ? അപ്പോൾ ഓൾമൈറ്റി അവിടുത്തെ പ്രത്യേകതകളാണ് പറഞ്ഞത്. പ്രായം ബാധിക്കാൻ പാടില്ല, സ്ഥലം ബാധിക്കാൻ പാടില്ല, ടൈം ബാധിക്കാൻ പാടില്ല. മലയാളം ബൈബിൾ കൃത്യം ഒരു നല്ല പരിഭാഷ കിടപ്പുണ്ട്. അവന് ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. ഇതൊന്നും ബാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യരെ ദൈവങ്ങളായി നമ്മൾ കാണാത്തതിൻ്റെ കാര്യം പിടിയിട്ടോ? ഇത്രേ ഉള്ളൂ കാരണം. നമ്മുടെ മനുഷ്യരാ. സമയം ബാധിക്കുന്നു, സ്ഥലം ബാധിക്കുന്നു, മാറ്റർ ബാധിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ന്യായമായൊരു ചോദ്യം വരാം, യേശു ക്രിസ്തു ദൈവമാണോ? ഉപദേശി പറഞ്ഞനുസരിച്ച് ആകാൻ പറ്റുമല്ലോ. കാരണം എന്താ? സമയം ബാധിച്ചു, 33.5 വയസ്സ്. മാറ്റർ ബാധിച്ചു, ക്രൂശിൽ കിടന്നേ ആണിയടിച്ചപ്പോൾ കരഞ്ഞു, വിശന്നപ്പോൾ ആ വിഷമത പ്രകടിപ്പിച്ചു. ശരിയല്ലേ? സർവോപരി മരിച്ചു. അപ്പം കാലം ബാധിച്ചു, മാറ്റർ ഉണ്ടായിരുന്നു, പിന്നെ സർവോപരി ഈ പറയപ്പെട്ട തത്വങ്ങളെല്ലാം ബാധിച്ചെങ്കിൽ യേശു മനുഷ്യനല്ലേ? നമ്മളാരെങ്കിലും യേശു മനുഷ്യനല്ലെന്ന് പറഞ്ഞോ? മനുഷ്യനാണെന്ന് മാത്രമല്ല, സമ്പൂർണ്ണ മനുഷ്യൻ. അപ്പോൾ സമ്പൂർണ്ണ മനുഷ്യനാണോ? അതെ. പക്ഷെ അവിടെ കൊണ്ട് തീരില്ല. പിന്നെ അവിടെ നിന്ന് സമ്പൂർണ്ണ ദൈവം. സമ്പൂർണ്ണ ദൈവത്വവും സമ്പൂർണ്ണ മനുഷ്യത്വവും ഒരുവനിലേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിലാണ്. അങ്ങനെ മറ്റൊരാളോടില്ല, ഒരുവൻ മാത്രം. അതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നിടത്താണ് സുവിശേഷത്തിൻ്റെ ശക്തി നിൽക്കുന്നത്. ഇതും ഒരു ഗ്രീക്ക് ചിന്തയ്ക്ക് കൊടുത്ത മറുപടിയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രിയരേ, ഈ കർത്താവ് യേശു എന്ന അതുല്യ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത കേൾക്കുക. മുമ്പേ സൂചിപ്പിച്ചതുപോലെ യേശു ഇല്ലാതിരുന്ന കാലമില്ല, യേശു ഇല്ലാതിരിക്കുന്ന കാലമില്ല. ദൈവപിതാവും ദൈവപുത്രനും ദൈവപരിശുദ്ധാത്മാവും സമതുല്യരായി സമനിത്യരായി എന്നേക്കുമുള്ളവരാ. അവർക്ക് സ്ഥലം, കാലം, സമയം, പദാർത്ഥം ഇത് ബാധകമല്ല. സ്ഥലവും കാലവും സമയവും പദാർത്ഥവും ബാധകമാക്കേണ്ടതില്ലാത്തവൻ സ്വയം അതിന് വിധേയനായപ്പോഴാണ് യേശുക്രിസ്തു ജഡം ധരിച്ച് ഭൂമിയിൽ വന്നത്. ഒരു ടൈമിലേക്കാണ്. ആ പൂർവാസ്തിത്വം ഇവ രണ്ടുമില്ലാത്തതാണ്. ആ അവസ്ഥയിലാണ് ഇന്നും. അതിലേക്ക് നമുക്കൊന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് സൃഷ്ടിയുടെ ഒരു സമയം തേടി പോകാവുന്ന പരമാവധി സ്ഥലം ഉൽപ്പത്തി 1:1. അവിടെ കിടക്കുന്ന ആദിയിൽ. ശരി, നമ്മൾ ആദിയിൽ നിന്ന് തുടങ്ങി ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച്ചു. ഒരു സ്കെയിൽ നമ്മൾ അങ്ങോട്ട് വരയ്ക്കുകയാണ്, ഒരു ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ ആദിയിൽ ദൈവം സ്വർഗഭൂമികളെയൊക്കെ സൃഷ്ടിച്ച് ആ യാത്രയിൽ ആദം, ഹവ്വമാർ, നോഹ, അബ്രഹാം, ദാവീദ്, യേശുക്രിസ്തു, അങ്ങനെ ഇവിടെ വരെയുള്ളൊരു വര വരയ്ക്കത്തില്ലേ? നമ്മൾ വരെയുള്ള ഈ കാലം വരെയുള്ള വര വരയ്ക്കാം അല്ലേ? അതിൻ്റെ എൻ്റെ എവിടെ ചെന്ന് നിൽക്കും? നമ്മുടെ കർത്താവിൻ്റെ വരവും എടുക്കപ്പെടലും വരെ വെച്ചു. അതൊരു പുതിയ ലോകം അല്ലേ? ഒരു നവലോകമാണ്. ആ ലോകം വരെ നമ്മൾ ചെല്ലും, ശരിയല്ലേ? പക്ഷേ നമുക്ക് ന്യായമായൊരു സംശയം വരും. സന്തോക്കളോട് ഇപ്പോൾ കുഞ്ഞിനും വരും, എല്ലാവർക്കും വരുന്നൊരു സംശയം. ആദിയിൽ ദൈവം ഇങ്ങനെ ആകാശത്തെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചെങ്കിൽ അതിനു മുമ്പ് എന്തായിരുന്നു? ആ ചോദ്യം ചോദിക്കാത്തൊരു കുഞ്ഞുമില്ല. നമ്മളെല്ലാം ചോദിച്ചു, അതിനു മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് എന്താണെന്ന് ഇതെഴുതിയ മോശ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞില്ല. പക്ഷേ മരിക്കും മുമ്പ് മോശ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ആദിയിൽ സ്വർഗഭൂമികളെ സൃഷ്ടിക്കും മുമ്പ് എന്തായിരുന്നു? ഉത്തരം മോശ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് തൻ്റെ സ്വന്തം സഹോദരനായ അഹരോൻ
കർത്തൃസന്നിധി ചേർക്കപ്പെട്ട നിമിഷത്തിൽ പാടുന്ന മനോഹരമായൊരു സങ്കീർത്തനമുണ്ട്. ആ സങ്കീർത്തനത്തിൽ പാടി, കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അന്നേ ഉണ്ട് ലോഗോസ്, ദൈവമാണ്. ഇതൊരല്പം കൂടെ കാര്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിക്കുമ്പോൾ യേശു പഠിപ്പിക്കുക, നമ്മോട് യേശു പ്രാർത്ഥിക്കുക, പിതാവേ ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണം. അതായത് ഉൽപ്പത്തിയുടെ പുറകിലേക്ക്. അപ്പോൾ ടൈമിനും സ്പേസിനും വിധേയനായി വരും പറയുക, ടൈമും സ്പേസും ഇല്ലാതിരുന്നൊരു കാലത്തിലേക്ക് എന്നെ കൈക്കൊള്ളണം. അപ്പോൾ യേശു എങ്ങോട്ടാണ് പോയത്? ഇങ്ങോട്ടല്ല, നമ്മളിട്ട് വരെയല്ല പോയത്, പുറകോട്ട്. കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു, ഞാനിരിക്കുന്ന ഇടമായ സ്വർഗത്തിൽ പിതാവിൻ്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് നിങ്ങളെ ഇരുത്തുന്നു. അതെങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയാൽ ഒക്കുന്നു? അതിനൊരു പരിപാടിയുള്ളൂ. പഠനം എളുപ്പമാക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഈ ഡയഗ്രാം മാറ്റിയിട്ട് നമുക്കൊരു വൃത്തം വരയ്ക്കണം. ഗുണം എന്താണെന്നറിയോ? ഉൽപ്പത്തി എവിടെ വേണേൽ തൊട്ടാലും ഉൽപ്പത്തി കിട്ടും. പഠന സൗകര്യാർത്ഥം എവിടെ തൊട്ടാലും അതിൻ്റെ തുടക്കമാണ്. അതിൻ്റെ തൊട്ട് പുറകെ വന്നാൽ മുമ്പോട്ട് പോയി എന്നും പറയാം, പിന്നിൽ വന്നെന്നും പറയാം. ഇതാ ദൈവക്രമം, അതാ ദൈവത്തിന് സമയം എന്നൊന്നില്ലെന്ന്. മനസ്സിലായില്ലേ? നമ്മൾ ഈ വഴി ചെന്ന് ചെല്ലുന്ന എവിടെയാ? അങ്ങ് പുരാതന നിത്യതയിൽ. ചുരുക്കി പറഞ്ഞ നിത്യത ഒന്നേ ഉള്ളൂ. നമ്മുടെ ഭാഷയിൽ പുരാതനമെന്നും വരാനിരിക്കുന്നൊക്കെ പറഞ്ഞാൽ സംഗതി ഒന്നാ. അവിടെ തന്നെ ചെല്ലും നമ്മൾ. അതാണ് എഫേസ്യലേഖനം പറയുക, കാലസമ്പൂർണതയിലെ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കായിട്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യ ദൈവം അവിടുത്തെ പദ്ധതി ലോകത്തിന് വിഭാവനം ചെയ്തതെങ്കിൽ ആ പദ്ധതിക്ക് പുറത്തിറങ്ങിയ മനുഷ്യനെ അവിടെ നിന്ന് വീണ്ടെടുക്കാൻ കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി ഇഹലോകത്തിലേക്ക് അയച്ചു. ഗലാത്യർ 4:4. മനസ്സിലായല്ലോ? സ്തോത്രം. അപ്പോൾ വന്ന പുത്രൻ ജഡമെടുത്തു, നമ്മുടെ ശരീരമെടുത്ത് നമ്മിലൊരുവനായി മാറി. ആ ഒരു സത്യം കൂടി വിസ്തരിച്ച് നമുക്ക് നിർത്താം. സന്തോഷമാണോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പ്രിയരെ, എന്തിനാ കർത്താവ് ഇങ്ങനെ ശരീരമൊക്കെ എടുത്തേ? ഈ വന്ന വരവിൻ്റെ ഉദ്ദേശം എന്താ? അവിടുത്തെ ലക്ഷ്യം എന്താ? പറയാം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ സ്വർഗീയ മഹിമയിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കെ നമുക്ക് വേണ്ടി സ്വയം യാഗമാകാൻ ഇഹലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ തിരുവിഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിന് തയ്യാറെടുത്ത് സ്വയം സമർപ്പിതനായി പുത്രൻ വരണം എന്ന് പിതാവ് പദ്ധതിയിട്ടു. അതുകൊണ്ട് ആ ക്രൈസ്തവ സഭയ്ക്ക് അതിൻ്റെ സിദ്ധാന്തങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ കാഴ്ചപ്പാടുകൾ കൃത്യം പറയാൻ സാധിക്കുന്നത്. ഉദാഹരണം, ഒരാളൊരു ചോദ്യം ചോദിക്കുക നമ്മോട്, ദൈവമായ യേശു എന്തിനാ കരഞ്ഞ്? ദൈവമാണെങ്കിൽ എന്തിനാ ഈ വേദനയെല്ലാം കൂടെ സഹിച്ച്? ദൈവമാണെങ്കിൽ എന്തിനാ വിശന്നിട്ട് കരഞ്ഞ് ബുദ്ധിമുട്ടിയെ? സുഹൃത്തെ, ദൈവം മനുഷ്യനായി ജഡത്തിൽ വന്നു. അപ്പോൾ ഒരു ചോദ്യം, ദൈവം മനുഷ്യനാകാൻ പറ്റുമോ? അതെങ്ങനെ ദൈവം മനുഷ്യനാകുന്നേ? മറുപടി, നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ടേ മനുഷ്യനാകാൻ ഒരു പ്രയാസമില്ല. ഇൻഫിനിറ്റിന് ഫിനൈറ്റ് ആകാൻ ബുദ്ധിമുട്ടില്ലെന്ന് താഴോട്ട് വരാവുന്നു. PhD എടുത്ത മാഷിനെ 1-ാം ക്ലാസ്സിലും പഠിപ്പിക്കാം, അതിനുള്ള അറിവുണ്ടെന്ന്. TTC പഠിപ്പിച്ച മാഷ് കൊള്ളാം, പക്ഷേ 7 വരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, മുകളിലോട്ട് പോകാൻ ഒക്കില്ല. ഇൻഫിനിറ്റിനെ ഫിനൈറ്റ് ആകാൻ പറ്റും, താഴോട്ട് 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 വരാൻ പറ്റുമെന്ന്. ദൈവത്തിന് അമീബയാകാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ആയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ദൈവം മനുഷ്യനാകുമോ? എന്തിന്, എങ്ങനെ വിശദീകരിക്കാം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം സംബന്ധിച്ച് ഒന്ന് പഠിക്കുക.
നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. ഞാൻ തീരുമാനിച്ചു, നിങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ചിന്തിച്ച് 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 ആ വഴിയെ സഞ്ചരിച്ചാൽ നമ്മൾ പരാജയപ്പെടും. കാരണം അച്ചീവ് ചെയ്യാൻ പറ്റില്ല ആ ഗോൾ. ദൈവം അത്ര അകലെയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ആ വിശുദ്ധിക്ക് മുമ്പിൽ എനിക്കവനെ പ്രാപിക്കാൻ കഴിയില്ല. അതാ ഏത് തീർത്ഥാടനത്തിൻ്റെയും പരിമിതി എന്താ? ദൈവത്തിൻ്റെ അരികിൽ ചെല്ലാൻ തീർത്ഥാടനം പോരാ, മോക്ഷയാത്രകൾ പോരാ, വഴിപാടുകൾ പോരാ. അപ്പോൾ എന്താ ചെയ്യുക? ദൈവം നമ്മിലേക്ക് വന്നാലോ? ദൈവം ഇങ്ങോട്ട് വരുമ്പോൾ നല്ലതാണെന്ന് നമ്മൾ ഓർക്കും. പക്ഷെ കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴപ്പം. അഗ്നിജ്വാലയ്ക്ക് സമാനമായ അവിടുത്തെ കണ്ണുകൾ, വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടും പോലെയുള്ള അവിടുത്തെ സാന്നിധ്യം, ഉലകിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ട് സദൃശമായ പാദത്തോടു കൂടിയ ദൈവപുത്രൻ എൻ്റെ അരികിലേക്ക് വരുമ്പോൾ എൻ്റെ പാപം വെളിപ്പെട്ടു വരും, എൻ്റെ ശൂന്യത വെളിപ്പെട്ടു വരും, എൻ്റെ രഹസ്യം വെളിപ്പെട്ടു വരും. ഈ ഭീതിയിൽ ഞാൻ മാറിപ്പോകും. ഒരു കുറ്റവാളി എങ്ങനെ ഉദ്യോഗസ്ഥനെ വെട്ടിച്ചു മാറുന്നോ, തെറ്റ് ചെയ്ത മകൻ അപ്പൻ വരുമ്പോൾ എങ്ങനെ ഓടി ഒളിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ, ഇതുപോലെ മാറിയിട്ട് പറയും, അയ്യോ ഞാൻ അശുദ്ധ മനുഷ്യൻ, വരരുത്, ഞാൻ ഓടി ഒളിക്കാൻ ശ്രമിക്കും. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ നിന്റെ സന്നിധി വിട്ട് എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? നീ ഒന്ന് പറയൂ. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തികെന്ന് വാർത്താൽ അവിടെയും നിന്റെ കരമെന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. സദാ ദൈവ സാന്നിധ്യം ഇങ്ങോട്ട് വരും. എനിക്ക് നിന്നെ ഒളിച്ചു പോകാൻ വയ്യ. ഈ രണ്ട് പ്രശ്നം നമുക്കിടയിൽ കിടക്കാം. ഒരു കാന്തമെടുത്തിട്ടേ ഒരേ ധ്രുവങ്ങളെ യോജിപ്പിക്കാൻ നോക്കി അതിങ്ങനെ മാറി പോകും. രക്ഷയില്ല. ഇപ്പം എന്ത് ചെയ്യും? വഴിയുണ്ട്, ഒറ്റ വഴി. എൻ്റെ പാപത്തെ മറച്ചു വെച്ച്, എൻ്റെ കുറ്റങ്ങളെ മറച്ചു വെച്ച് ലോകത്തേതൊരു മനുഷ്യനോടും ഏത് ന്യായാധിപ കോടതിയോടും ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ ജയിച്ചെന്ന് വരാം. അതിനാ സമർത്ഥനായൊരു വക്കീൽ മതി. പക്ഷെ ഇവിടെ അത് നടക്കില്ല. കാരണം എന്താ? ഞാൻ ആരെന്നുള്ള ആകത്തുക അറിയുന്ന ദൈവം സകലതും അറിഞ്ഞിട്ട് തെളിവോടെൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്നെ വിചാരണ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം, ഞാൻ കുറ്റവാളി, നിങ്ങൾ കുറ്റവാളി. ഇപ്പോഴൊരു പ്രശ്നമുണ്ടേ. വചനം പറയുക, കൃപയും സത്യവും നിറഞ്ഞവനായി വചനം പാർത്തു. ഒന്ന് മനസ്സിലാക്കിയോ? ഈ കൃപയും സത്യവും ഒരുമിച്ച് യോജിച്ചു പോകുന്ന പദമല്ല. എൻ്റെ അർത്ഥം എന്താ? സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണ്ടേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തോ അത് അവിടത്തേക്ക് കൃത്യമറിയാം. എൻ്റെ കുറ്റം കൃത്യം കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് സത്യം. കൃപയെന്ന് പറഞ്ഞാൽ എന്താ? എന്നെ വെറുതെ വിടുന്നതാണ് കൃപ. ഇത് രണ്ടും കൂടെ ഒരാൾക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ സഭയിലൊരു വിശ്വാസി ഒരു പോലീസ് ഓഫീസറാണെന്ന് വെക്കുക, സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം ചെക്കിങ്ങിന് അവിടെ നിൽക്കുക. പാസ് അതിലെ വരിക. വണ്ടി വരുമ്പോൾ ബെൽറ്റ് ഇട്ടില്ല. സകലർക്കും ഇങ്ങനെ ഫൈൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് സ്വന്തം പാസ് വരും. പാസ് അവിടെ ഇറങ്ങി ക്യാമറയിൽ ഇത് പിടിച്ചു. രക്ഷിക്കാൻ പറ്റുമോ? നീതിബോധമുള്ളൊരു ഉദ്യോഗസ്ഥൻ പറയും യു ഹാവ് ടു പേ. കൃപയുള്ളൊരു ഉദ്യോഗസ്ഥൻ പറയും പാസ് പോക്കോളാം. ഇത് രണ്ടും കൂടെ യോജിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. കൃപ കാണിച്ചാൽ പോലീസ് ചെയ്ത തെറ്റ്, സത്യസന്ധമായിട്ട് ഇടപെട്ടാൽ കൃപയില്ലാത്തൊരു കഠിന ഹൃദയം. എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ലോകത്തൊരുത്തനും പറ്റില്ല എന്ന്. ഒരു കോടതിക്കും പറ്റില്ല, ഒരു കോടതിക്കും സാധിക്കില്ല. കൃപയും സത്യവും കൂടെ ഒരുമിച്ച് ചെയ്യാം. ഒരു നീതിബോധവും കാട്ടാൻ, നീതിബോധം കാട്ടുന്ന ഇടത്ത് കൃപയ്ക്ക് പ്രസക്തിയില്ല. കൃപ കാട്ടുന്ന ഇടത്ത് സത്യത്തിനും ന്യായത്തിനും പ്രസക്തിയില്ല. അത് ഔദാര്യമായ ക്ഷമയാണ്. അപ്പോൾ ഈ പോലീസുകാരനൊരു പരിപാടി ചെയ്തു. ഓ, എന്തു പറ്റി പാസ്റ്റർക്ക്? സീറ്റ് വിളിച്ചിട്ടില്ല. സാരമില്ല എന്ന് പറഞ്ഞിട്ട്
അദ്ദേഹം തൻ്റെ കയ്യിലെ പേഴ്സിൽ നിന്ന് പണം എടുത്ത് ആ കുറിക്കുന്ന പോലീസുകാരൻ്റെ കയ്യിലേക്ക് 500 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, നമ്പർ എടുത്തിട്ട് കിട്ടോ, പാസിങ് പോകും. എന്താ കാര്യം എന്നറിയണ്ടേ? അദ്ദേഹം സത്യവും പാലിച്ചു, കൃപയും കാട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ അടുത്ത വഴിയെ കൂടി ഇതുപോലെ വരുന്നു. പോലീസുകാരൻ പഴയ പോലെ തന്നെ, ഇന്ന് വിടാൻ പറ്റിയില്ലല്ലേ, ചൂടാകുന്നേ ഇല്ല. ഒരമർഷവും കാണിക്കാതെ ആ മനുഷ്യൻ വീണ്ടും പണം അടച്ചു. 3-ാം തവണ ഉറപ്പാ ശിക്ഷ വരും. പാസക്കാണെങ്കിൽ സീറ്റ് വലിയിടാൻ ഭയങ്കര പണി. പാസ് സ്ഥലം മാറി വേറെടത്തി വന്നു. ഇതുകൊണ്ട് അവിടെ ഇദ്ദേഹവും സ്ഥലം മാറി വന്നിരിക്കുക. പാസ് പഴയ സ്വഭാവമാണ്. അദ്ദേഹത്തെ കണ്ടു, ഇതേ പണി. പാസ് കോട്ടയത്തായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് മാറ്റം കിട്ടി. പോലീസുകാരോട് വീണ്ടും പറഞ്ഞു, അതങ്ങ് കൊടുത്തേക്ക്, രസീത് കൊടുത്തേക്ക്. ഇങ്ങനെ 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റർക്ക് ഈ മനുഷ്യനോട് എന്ത് തോന്നും? പാസ്റ്റർ സ്വയം നന്നാവും. എന്താണെന്നറിയണ്ടേ? ചെല്ലുന്നിടത്തൊക്കെ ഈ പോലീസുകാരൻ കാണും, അങ്ങേരെന്നെ പണം കൊടുത്തു തോൽപ്പിച്ചു, അധ്വാനിച്ച പൈസ കൊടുത്തിട്ട് എന്നെ രക്ഷിക്കുക. ഇനി അത് വേണ്ട. ഇനി മുതൽ ഞാൻ നിയമം പാലിക്കും. എന്താണെന്നറിയണ്ടേ? കൃപ കാട്ടി ആ മനുഷ്യൻ എന്നെ തോൽപ്പിച്ചു. ഇങ്ങനെ എത്ര നാളൊരു മനുഷ്യന് കൃപ കാട്ടി തോൽപ്പിക്കാൻ പറ്റും? അതാണ് കർത്താവായ യേശുക്രിസ്തു. എത്ര വട്ടം അവിടുന്ന് നമ്മോട് ക്ഷമിച്ചു. 1000 കടങ്ങളെ സ്വന്തം രക്തം കൊണ്ട് വീട്ടി, പാപത്തിന് പ്രായശ്ചിത്തമായി സ്വന്തം രക്തം ഒഴുക്കിത്തന്നു. കൃപ കാട്ടിത്തന്നവൻ നീതി നിഷേധിച്ചില്ല, മറിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. അങ്ങനെയാ ക്രിസ്തു ജഡമെടുത്തത്. അങ്ങനെയാ സർവശക്തൻ മനുഷ്യനായത്. എന്തിനു വേണ്ടിയാ? കൃപ കാട്ടാൻ, കരുണ കാണിക്കുക, നിയമം പാലിക്കാനാണ് പഠിപ്പിച്ചേ. ന്യായപ്രമാണം ലംഘിക്കാനല്ല. ന്യായപ്രമാണം ചോദിച്ചതെന്തോ അതങ്ങ് കൊടുക്കാൻ വന്നതാ, അത് നിവർത്തിക്കാൻ വന്നതാ. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സഹോദരേ, ന്യായപ്രമാണം നിൽക്കുന്നത് നമ്മളെ കൊല്ലാനാ. അതിനാ പൗലോസ് പറയുന്നത്, കല്ലുകളിൽ എഴുതിയ മരണത്തിൻ്റെ ശുശ്രൂഷയത്. കാരണം കുറ്റവാളിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാ നിയമം. നിയമം നമ്മുടെ ശത്രുവായത് എങ്ങനെയാണെന്നറിയണ്ടേ? കുറ്റവാളിയായപ്പോഴാ നിയമം ശത്രുവായി. അല്ലെ നിയമം നല്ല ഫ്രണ്ടാ. എന്താ തെളിവെന്നറിയണ്ടേ? മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ഒറ്റയ്ക്കൊരു മനുഷ്യൻ അല്ലെ ഒരു സ്ത്രീ ആൾത്തിരക്കില്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് വെയിറ്റിംഗ് ഷെഡിൽ അകപ്പെട്ടു. മഴ വരാൻ പോകുന്നു. അവരെ വണ്ടി താമസിക്കുന്നു. 2-3 അക്രമികൾ അവിടേക്ക് വരുന്നു. അവർ ഭയചകിതയായി നിൽക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് പോലീസ് അവിടെ എത്തുന്നു. പോലീസ് വണ്ടി കണ്ടപ്പോൾ അവർ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയണ്ടേ? ഒരു രക്ഷകൻ വരുന്നു. നിയമം ഇപ്പോൾ വന്ന എന്തിനാണെന്നറിയണ്ടേ? ആ സ്ത്രീയെ രക്ഷിക്കാൻ വന്ന. അതേസമയം അക്രമികൾ അത് കണ്ട് ഭയന്നു. കാരണം എന്താ? നിയമം എന്നെ ശിക്ഷിക്കാൻ വരുന്നു. പിടിക്കും, അകത്തിടും, കേസ് രജിസ്റ്റർ ചെയ്യും, ഊരി വരാൻ പാടാ, ശിക്ഷ ഉറപ്പാ. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയ്ക്ക് പുറത്തിറങ്ങാൻ കെൽപ്പുള്ള ഒരു മനുഷ്യനുമില്ല. കർത്താവേ, നീ അകൃത്യം കരുതിയാൽ ആർ നിലനിൽക്കും? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ദൈവ തേജസ്സില്ലാത്തവരായി പാപം ചെയ്ത് ആ തേജസ് നശിപ്പിച്ചു. ആർക്ക് നിൽക്കാൻ കഴിയും? ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ചോദ്യം കൊണ്ട് നിയമം എല്ലാവർക്കും എതിരായി ഭയചകിതരായി മാറാൻ തുടങ്ങിയപ്പോൾ നിയമം തന്നവൻ നമ്മളെല്ലാം വിളിച്ചിട്ട് പറയാ, ഇങ്ങോട്ട് വാ. നമ്മൾ പറഞ്ഞില്ല, ഞാൻ വരത്തില്ല. എന്താ കാര്യം? നിയമം എന്നെ കൊല്ലും, എന്നെ കല്ലെറിയും, എന്നെ ഉന്മൂലനം ചെയ്യും. നിയമം തന്നവൻ പറയാ, വാ, ഞാനാ വിളിച്ച, വാ, ഇവിടേക്ക് വാ, ഞാനല്ലേ നിയമം കൊടുത്തേ, ഇങ്ങോട്ട് വാ. എങ്ങനെയാ വിളിച്ചെന്നറിയണ്ടേ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരിക്കലേ വളരെ കാർക്കശ്യ ബുദ്ധിയുള്ള ഒരു പ്രിൻസിപ്പളിനാൽ നയിക്കുന്ന
ഒരു സ്കൂള്. നിർദ്ദിഷ്ട സമയം കഴിഞ്ഞാൽ ഒറ്റ കുട്ടിക്കും പ്രവേശനമില്ല. 5 മിനിറ്റ് ലേറ്റാനാവില്ല, നേരത്തെ വന്നോണം. ഒരു കുട്ടി അവൻ വരുമ്പോഴേക്കും പ്രധാന ഗേറ്റ് ക്ലോസ്. അപ്പോൾ ആ വഴി നിൽക്കുന്ന ആളുടെ പറഞ്ഞു, അങ്കിൾ പപ്പയും മമ്മിയും വീട്ടിലില്ല, എന്നെ ഒരുക്കി വിട്ടതാ, വണ്ടി ലേറ്റായി, എന്നെ നകത്ത് കിടത്തണേ. മോനെ, ഈ ലോക്ക് ഡിജിറ്റലാ, ഞാനിതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അവിടെ കിട്ടും, മാത്രമല്ല എൻ്റെ പണി പോകും, രക്ഷയില്ല, നീ തിരികെ പോ. അവൻ പതുക്കെ നടന്നു. ദുഃഖിതനായി പോവാ, വേണ്ടത്ര പൈസയില്ല, തിരക്കേറിയ പട്ടണത്തിലൂടെ എവിടേക്ക് പോകും, പകൽ എന്ത് ചെയ്യും, വൈകിട്ട് ഏത് വണ്ടിക്ക് പോകും, കാരണം ഇനി സ്കൂൾ ബസ്സിന് പോകാനാവില്ല, എന്ത് ചെയ്യും? കരഞ്ഞ് 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 അങ്ങോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ ദാ വരുന്നു എതിരെ. ലാളിത്യമുള്ള വസ്ത്രധാരണം, സിമ്പിളൊരു മനുഷ്യൻ. എന്താ കുഞ്ഞാ കരയുക? അങ്കിൾ. വീണ്ടും ഓൻ കരയുക. കാര്യം പറ, ആരോട് പറഞ്ഞിട്ടും കാര്യമില്ലെങ്കിൽ പറയൂ. അതേ, ഞാൻ ലേറ്റായി, ഈ സ്കൂൾ അടച്ചു, എനിക്ക് പ്രവേശനമില്ല, ഇനി വീട്ടിൽ ചെല്ലാൻ വയ്യ, പപ്പയും മമ്മിയും വീട്ടിലില്ല, ഫ്ലാറ്റ് അടഞ്ഞു കിടക്കും, ഞാൻ ഈ പകൽ എവിടേക്ക് പോകും, ഉച്ചഭക്ഷണത്തിന് കാശില്ല, ആകെ വിഷമിച്ച് നിൽക്കുക. അത്രേ ഉള്ളൂ. ബാ, ആ കയ്യിലേക്ക് ആ മനുഷ്യൻ പിടിച്ചു. അവൻ നിർവികാരതയോടുകൂടി കണ്ണീരൊഴുക്കി പതുക്കെ 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 അങ്ങോട്ട് നടക്കുക. ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ പറഞ്ഞു, അങ്കിൾ ഈ ഗേറ്റ് തുറക്കില്ല അങ്കിൾ, സമ്മർദ്ദം ചെലുത്തണ്ടെങ്കിൽ, അങ്കിളിനെയും പരിഹസിച്ചയക്കും അങ്കിൾ, സൂട്ട് ധരിച്ച കേമന്മാരായ മനുഷ്യർ വന്ന തുറക്കാത്തത് അങ്കിളിനെ പോലും സാധാരണ മനുഷ്യൻ വന്ന തുറക്കില്ലെങ്കിൽ. ആ മനുഷ്യൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ കരമേതെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ ഇത് പറയില്ല. എന്താ കാര്യം എന്നറിയണ്ടേ? നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഞാനേ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഉടമയാണ്, മൊത്തത്തിലുള്ള ഉടമ. എൻ്റെ മുമ്പിൽ തുറക്കാത്ത ഒരു കതകും ഇവിടെ ഇല്ല, എൻ്റെ വഴി തടയാൻ കെൽപ്പുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഇല്ല. എന്നെ വഴി തടയില്ലെന്ന് മാത്രമല്ല, ഏത് നിയമവും എൻ്റെ മുമ്പിൽ രണ്ടായി വഴിപിരിഞ്ഞിട്ട് അതിൻ്റെ നടുവിലൂടെ ഞാൻ നിന്നെ ജയാളിയായിക്കൊണ്ട് ക്ലാസ്സിലിരുത്തും. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരെ, നമ്മെ പിടിച്ചിരിക്കുന്ന കരത്തിൻ്റെ ബലം ഇന്ന് ആസ്വദിച്ചു മാത്രമേ ഭക്തൻ ഇവിടം വിട്ട് കടന്നു പോകാതൂ. ബലമുള്ളൊരു കരത്തില ഞാൻ പിടിച്ചിരിക്കുന്നെങ്കിൽ വഴിയാധാരമാക്കാത്ത ആ കരമാണ് എൻ്റെ ബലം, ആ കരമാണ് എൻ്റെ ശക്തി. അനാഥരായി വിടാത്ത, ഉപേക്ഷിക്കാത്ത ആ കരത്തിന് വല്ലഭത്വത്തിന് വ്യാപാര ശക്തിയാണ് ഈ രാത്രി നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മെ അടിമുടി ശുദ്ധീകരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കും. അവിടുന്ന് വിളിക്കുന്നത്, വാ എൻ്റെ ഒപ്പം വാ, ഏത് നിയമത്തെയും ഞാനിതാ അനുകൂലമാക്കാൻ പോകുക, വാ. പ്രിൻസിപ്പളിനെ കണ്ടിട്ട് പറയാ, എന്താ ഇവൻ്റെ പ്രശ്നം? ഇതാ ഫൈൻ എത്രയാ? ഫൈൻ പറഞ്ഞു 500 rupees. ഇതാ പിടിച്ചു, ഈ രസീത് കുഞ്ഞ് വെച്ചോ കേട്ടോ. ഇത് വെക്കുമ്പോൾ ഈ കുഞ്ഞിനൊരു ചിന്തയുണ്ട്. ഒരു മനുഷ്യൻ ഒരർഹതയില്ലാത്ത സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഫൈൻ അടച്ചു. ഉടമയായിരുന്നിട്ടും ഫൈൻ അടച്ചു, കാരണം നിയമം പാലിക്കണതിനാ. വെറുതെ വിട്ടാൽ അവിടെ നീതിയില്ല, കൃപ മാത്രമേ ഉള്ളൂ. പണമടച്ചപ്പോൾ കൃപയുണ്ടായി, നീതിയുണ്ടായി. അങ്ങനെ കൃപയും സത്യവും ഒരുമിച്ച് യോജിച്ച് ഈ പണമടച്ചപ്പോൾ ഈ കുഞ്ഞു തീരുമാനിച്ചു, ഇനി മേലിൽ ലംഘിക്കില്ല, സമയം ലംഘിക്കില്ല. നിനക്ക് വേണ്ടി നീ എന്നോട് കാട്ടിയ ആദരവിൻ്റെ പരിണിത ഫലമായി നീ എനിക്കായി ചൊരിഞ്ഞ പുണ്യാക രക്തത്തിൽ വിശ്വസിച്ച് അധർമ്മത്തിൻ്റെ മോചനമെന്ന, അതിക്രമത്തിൻ്റെ വിമോചനമെന്ന ആ വീണ്ടെടുപ്പ് നിന്റെ രക്തത്താൽ ഞാൻ സാധിച്ചെടുക്കൊണ്ട് പാപരഹിതമായൊരു ജീവിതം നയിക്കാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നുവെന്ന ആത്മസമർപ്പണമാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. അപ്പോൾ
ന്യായപ്രമാണത്തിനും കർത്താവായവൻ, യജമാനനായവൻ വന്നിട്ട് വിളിക്കുക, വാ. നമ്മൾ മടിച്ചു വന്നാൽ പറയാം, പ്രശ്നം പറ. ഗുരു, ഞാൻ പാവിയാണ് ഗുരു. അന്നാ നമുക്ക് ആദ്യമായി മനസ്സിലായതേ, പുറമേ ധരിച്ച നമ്മുടെ ജാടകൾക്കപ്പുറത്തെ പാപം ബോധ്യം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവസാന്നിധ്യം അവിടെയുണ്ട്. സ്വയം എനിക്കെന്നെ മനസ്സിലാകുന്നത് ദൈവപരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലാണ്, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ദൈവപരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നു, നീ അധർമ്മി, നീ കുറ്റവാളി, നീ ശിക്ഷിക്കപ്പെടണം, നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലേണം. ആ ശിക്ഷയുടെ ഉത്തരവ് എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. മരണമാണ് എൻ്റെ മുമ്പിലുള്ളത്. മരണത്തിൻ്റെ വാറണ്ട് ഞാൻ കൈപ്പറ്റിയിരിക്കുക. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. വാ. അവിടെ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, നിന്റെ പാപത്തിൻ്റെ കടം എൻ്റെ രക്തം കൊണ്ട് ഞാൻ കൊടുത്തു തീർക്കും. അങ്ങനെ നിയമം തന്നവൻ സ്വയം മരിച്ച് നമുക്കായി കടം വീട്ടി അവസാനത്തുള്ളി രക്തവും കാൽവരിയുടെ കൊലമരത്തിൽ ഒഴുക്കിയപ്പോൾ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആ സൗഖ്യത്തിൻ്റെ വിളംബരമാണ് സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ പദ്ധതിക്ക് പുറത്ത് ഒരാളെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഇതിപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇത്ര വലിയ രക്ഷയെ പരിഗണിക്കാതെ പോകരുത്. ഈ രക്ഷ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തെങ്കിൽ ഈ രക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്രൂശിലെ രക്തം ചൊരിഞ്ഞിട്ട് കർത്താവ് തൻ്റെ തിരുമൊഴികളിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ടേറ്റലസ്റ്റായി, സകലതും പൂർത്തീകരിച്ചു. എന്താ പൂർത്തീകരിച്ചെന്നറിയണ്ടേ? കടങ്ങൾ മുഴുവൻ കൊടുത്തു തീർത്തിട്ട് സകലതും ഞാൻ വീടി എന്നേക്കുമായി പരിഹരിച്ചു. നമുക്കൊന്ന് സ്വതന്ത്രരാകാവുന്ന തമ്പുരാനെ, എനിക്കൊന്ന് സ്വതന്ത്രനാകണം. ഉള്ളിൻ്റെ ഉള്ളിലെ വീർപ്പുമുട്ടൽ വിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ ലോകത്തിലേക്ക് എനിക്കൊന്ന് ഉയരണം. ബന്ധനസ്ഥനാക്കി എന്നെ ഇട്ടിരിക്കുന്ന അവസ്ഥ വിട്ട് എനിക്കൊന്ന് സടകുടഞ്ഞെഴുന്നേൽക്കണം. എനിക്കൊന്ന് ഗർജിക്കണം. എനിക്ക് നിന്റെ നാമമഹിമയ്ക്കായി ഒന്ന് നിലകൊള്ളണം. എല്ലാ ബന്ധനങ്ങളെയും നുകത്തിൻ്റെ അമിക്കയറുകളെയും തകർക്കാൻ കഴിയുന്ന നസ്രായന്റെ ശബ്ദം ഇന്ന് രാത്രി നമ്മെ അടിമുടി മാറ്റിമറിക്കട്ടെ. ദൈവകൃപ നമ്മിൽ വ്യാപരിക്കട്ടെ. ആർക്ക് വേണം ഈ വിമോചനം? ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം? ദൈവപുത്രന്റെ സന്ദേശം നമ്മോട് ആത്യന്തികമായി പറയുക, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നാം ആത്മാവിൽ അനുഭവിക്കുന്ന ആ വീർപ്പുമുട്ടലിന്, ആ വേദനയ്ക്ക് ഇന്നൊരു പരിഹാരം തമ്പുരാൻ നമ്മുടെ മധ്യത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, ഒരു വിടുതലുമില്ല എന്ന് കരുതുന്നവരെ, നസ്രയനായ യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ഒരിക്കൽ ഒരു മനുഷ്യൻ, അയാളൊരു കാവൽ ഭടനായിരുന്നു. അയാൾ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൻ്റെ 10 മടങ്ങ് കടക്കാരൻ. വീടും പരിസരമെല്ലാം ജപ്തി ചെയ്ത് പോകാൻ തുടങ്ങിയ മരണമാണ് മുമ്പിൽ. എത്ര ജപ്തി ചെയ്താലും തീരാനാവാത്ത കടം. അയാൾ വെറുതെ ഒരു പേപ്പർ എടുത്ത് ഈ കടങ്ങളുടെ നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് എഴുതി. അതിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞ് തളർന്നുറങ്ങി. കാവൽക്കാരനാ. വേഷം മാറി വന്ന രാജാവുണ്ട്, മഹാനായ അലക്സാണ്ടർ, അയാളുടെ കാവൽക്കാരനാണ്. രാജാവ് വരുമ്പോൾ ഉണ്ട് ഒരുത്തനിരുന്ന് ഉറങ്ങുന്നു, കയ്യിൽ ഏതാണ്ട് പേപ്പറുണ്ട്. അയാൾ അറിയാതെ ഈ പേപ്പർ കരസ്ഥമാക്കി, പാപ്പിറസ് ഷീറ്റ്. രാജാവ് വരണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കടങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുക. പാവം, ശിക്ഷ കൊടുക്കണ്ട, കാരണം ഉറങ്ങാൻ പാടില്ല. രാജാവിൻ്റെ പ്രാണൻ രക്ഷിക്കേണ്ടവനാ കാവലിരിക്കുന്നത്. അയാൾ ഉറങ്ങി. ഹസ്ബൻഡ് ചെയ്യേണ്ടതാ. പക്ഷെ ഇത് കണ്ടപ്പോൾ രാജാവിനൊരു കരുണ തോന്നി. രാജാവ് ചെന്നിട്ടും അറിയാത്ത വേദന അവനെ ഭരിക്കുന്നു.
രാജാവിന് മനസ്സിലായി, ഈ മനസ്സോടെ ഒരുത്തന് എന്നെ സേവിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരെ, സ്വാതന്ത്ര്യമില്ലാത്ത ഹൃദയത്തോടെ നമുക്കവനെ സേവിക്കാനാവില്ല. നമ്മുടെ മഹാരാജാവിനെ സേവിക്കാൻ നമ്മുടെ മുമ്പിൽ വഴിയുമില്ല. രാജാവ് ഒരു പേന കൊണ്ട് എഴുതി, നിന്റെ കടം മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു എന്ന അലക്സാണ്ടർ. ഈ പേപ്പർ ചുരുട്ടി ഇവൻ്റെ തന്നെ ആ പോക്കറ്റിലേക്ക് ഇട്ടേച്ച് രാജാവ് അങ്ങ് പോയി. കുറേ അങ്ങോട്ട് മാറിയിട്ട് രാജാവ് ഇങ്ങനൊരു ശബ്ദമുണ്ടാക്കി. അവൻ കണ്ണു തുറന്നു നോക്കി. രാജാവല്ലേ പോകുന്നേ? ശരറാന്തലിൻ്റെ വെളിച്ചത്തിൽ നോക്കി. ഞാൻ ഉറങ്ങുന്ന കണ്ടോ? അയ്യോ, രാജാവ് കണ്ടു, ഞാൻ എന്തു ചെയ്യും? ഒന്ന് മനസ്സിലാക്ക്, രാജാവ് കണ്ടതാ എൻ്റെ ജീവിതത്തിൻ്റെ വിടുതൽ. മഹാരാജാവ് നമ്മെ കണ്ടു, അതാ വിടുതൽ. അവൻ ഈ പേപ്പർ നശിപ്പിക്കാൻ പുറത്തേട്ടെടുത്ത് വലിച്ചു കീറാൻ ഒരുമ്പിടുമ്പോൾ അവസാനമായി കട ഒന്നുകൂടെ വായിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവസാനം അപരിചിതമായി കയ്യക്ഷരം കണ്ട് നടുങ്ങി. താഴെ എഴുതിയിരിക്കുക, നിൻ്റെ മുഴുവൻ കടവും അലക്സാണ്ടർ കൊടുത്തു തീർക്കും. നീ കുറിപ്പുമായി എത്രയും വേഗം എന്നെ വന്ന് കാണുക. അവൻ ആ ശരറാന്തലും കയ്യിലെടുത്തുകൊണ്ട് ഓടി, പ്രഭോ പ്രഭോ. ഓടി 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 ചെല്ലുമ്പോൾ അലക്സാണ്ടർ തിരിഞ്ഞു നിന്നു. എന്തു വേണം? പ്രഭോ, ഉറങ്ങിപ്പോയി പ്രഭോ. നിന്റെ പ്രാണനെ രക്ഷിക്കാൻ നിയുക്തനായ ഞാൻ വഴിയോരത്തിരുന്ന് ഉറങ്ങി പ്രഭോ, ക്ഷമിക്കണം. അദ്ദേഹം പറഞ്ഞു, ചിലതരം പതനങ്ങൾ ജീവിതത്തിൽ വലിയ വിജയമാണ്. ഇന്ന് രാത്രി നമ്മുടെ ചിലതരം പതനങ്ങൾ അനുഗ്രഹമാക്കി മാറ്റിമറിച്ച് തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് കണ്ണുകളടച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. യു മസ്റ്റ് നീഡ് എ സ്പിരിച്വൽ റിലാക്സേഷൻ. നിങ്ങൾക്കൊരാത്മീകമായ സന്തുഷ്ടി ആവശ്യമുണ്ട്, ആത്മീകമായൊരു വിടുതൽ ആവശ്യമുണ്ട്, ഒരു സമ്പൂർണ്ണ സൗഖ്യം ആവശ്യമുണ്ട്. ഹൃദയത്തിലെവിടെയോ രൂഢമൂലമായി കിടക്കുന്ന ആ വേദനയുടെ നീർച്ചാലികൾ ഇന്നൊഴുകി മാറണം. ഒരു പുതിയ അനുഭവത്തോടെ ഇവിടം വിട്ടുപോകാൻ തമ്പുരാൻ തൊടേണ്ടതിന്, അകത്തളത്തെ തൊടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കണം. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിൻ കാഹളധ്വനി കാൽവരി മേട്ടിൽ ക്രൂശിന്മീതെ മുഴങ്ങിടുന്നു. സ്വാതന്ത്ര്യത്തിൻ കാഹളധ്വനി കാൽവരി മേട്ടിൽ ക്രൂശിന്മീതെ മുഴങ്ങിടുന്നു. ബന്ധനത്തിൽ അന്തരായി പാർത്തിടും മനോജർക്കെല്ലാം, ബന്ധനത്തിൽ അന്തരായി പാർത്തിടും മനോജർക്കെല്ലാം യോവേൽ കാഹളം മുഴക്കി സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കി. യോവേൽ കാഹളം മുഴക്കി സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കി. സ്വാതന്ത്ര്യത്തിൻ കാഹളധ്വനി കാൽവരി മേട്ടിൽ ക്രൂശിന്മീതെ മുഴങ്ങിടുന്നു. ക്രൂശിലൊരു ശബ്ദം കേൾക്കുന്നു, ഭൂവാസികളെ എങ്കൽ നോക്കി രക്ഷ പ്രാപിപ്പി. ക്രൂശിലൊരു ശബ്ദം കേൾക്കുന്നു, ഭൂവാസികളെ എങ്കൽ നോക്കി രക്ഷ പ്രാപിപ്പിൻ. പാപികൾക്കും രോഗികൾക്കും മോചനവും സ്വസ്ഥതയും എന്നിൽ വിശ്വസിക്കും ജനം ലജ്ജിതരായി തീരുകില്ല. എന്നിൽ വിശ്വസിക്കും ജനം ലജ്ജിതരായി തീരുകില്ല. സ്വാതന്ത്ര്യത്തിൻ കാഹളധ്വനി. പ്രിയരേ, ക്രിസ്തുവിലെ ഈ സ്വാതന്ത്ര്യം ഇന്ന് രാത്രി ആർക്കാവശ്യമുണ്ട്? അപ്പാ, എനിക്ക് നിന്റെ ക്രൂശോട് ചേർന്ന് നീ ഒരുക്കിയ രക്തത്തിൻ ശക്തി ചൈതന്യം ആസ്വദിച്ചു എനിക്കൊന്ന് സ്വതന്ത്രനാകണം.
പാപക്കറ കഴുകുന്ന ദിവ്യ ഔഷധം എന്നെ ഒന്ന് ശുദ്ധനാക്കണം. ഐ വാണ്ട് ടു ബി ഫ്രീ. ഐ വാണ്ട് ടു ബി ഫ്രീ അണ്ടർ ദ കണ്ടംനേഷൻ ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ടിൻ്റെ വിധിയിൽ നിന്ന്, പിടിയിൽ നിന്ന് എനിക്കൊന്ന് സ്വതന്ത്രനാകണം. ആർക്ക് വേണം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ആ സ്പർശം? എനിക്കായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് യേശുവിനെ അനുധാവനം ചെയ്യണം. യേശുവിൻ്റെ പൈതലാകണം. എൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കണം. ഹൃദയാന്തർഭാഗത്ത് പ്രേരണയുള്ളവർ മാത്രം, ആ ദൈവീക സ്വാതന്ത്ര്യം, യേശുവിൻ്റെ രക്ഷകർത്തൃത്വം ആർക്കാവശ്യമുണ്ട് അവർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. 1-2 പേർ കരമുയർത്തുന്നു. ചില സഹോദരങ്ങൾ കരമുയർത്തുന്നു. ചില സഹോദരിമാർ, കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നു. ഉയർത്തപ്പെട്ട കരങ്ങളെ കർത്താവ് കാണുന്നു. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ താഴ്ത്തിയിട. സർവശക്തനെ, നിന്റെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങൾക്ക് ജയമുണ്ടല്ലോ. നിന്റെ ക്രൂശിലൊരുക്കിയ പുണ്യാക രക്തം ഞങ്ങളുടെ ദിവ്യ ഔഷധമാണല്ലോ. ഞങ്ങളെ സ്വതന്ത്രരാക്കുന്ന ആ ദിവ്യ ഔഷധത്തിൻ ശക്തി കൊണ്ട് ഞങ്ങൾ ഈ രാത്രി വിടുതലും വിമോചനവും കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരെ നസ്രായൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും നന്ദി. നാളെ രാത്രി വീണ്ടും കാണാൻ സർവശക്തൻ കൃപ നൽകട്ടെ. പ്രാർത്ഥനയോടെ ദിവസം ലാരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.